ഇന്ന് ജീവിച്ചിരിപ്പില്ലാത്ത പ്രിയപ്പെട്ട ഒരാളുടെ പേര് മനസ്സിൽ വിചാരിക്കാം. ഓക്കെ, ആ പേര് ഇങ്ങനെ റിപ്പീറ്റ് ഇങ്ങനെ മനസ്സിൽ ഇങ്ങനെ പറയാമോ? ഇങ്ങനെ ഏത് പേരാ മനസ്സിൽ വിചാരിച്ച പറയാം? മറിയം എന്നാണോ വിചാരിച്ചത്? ഞാൻ പറഞ്ഞില്ലേ, ചിലപ്പോൾ തെറ്റാനുള്ള സാധ്യത കൂടുതലാണ്. മറ്റു കല പോലെയല്ല, ഇതിന് അത്ഭുതം നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ ഈ കല നിലനിൽക്കില്ല. നമ്മൾ മെന്റലിസ്റ്റ് ആണ് അല്ലെങ്കിൽ മെന്റലിസമാണ് പെർഫോം ചെയ്തതെന്ന് വെച്ചാൽ ആദ്യം ചോദിക്കുന്നത് ഭ്രാന്തിനെ ചികിത്സിക്കുന്നതാണോ? ഫൈനൽ വരുമ്പോൾ നിങ്ങളുടെ മനസ്സ് വായിച്ചു എന്നൊരു തോന്നൽ ഉണ്ടാക്കി എടുക്കുക മാത്രമായിട്ട് ചെയ്യുന്ന ഒരു കല മാത്രമാണ് മെന്റലിസം എന്ന് പറയുന്നത്. വെൽക്കം ബാക്ക് ടു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഞാൻ നിങ്ങളുടെ ഷാലു. ഇന്ന് എൻ്റെ കൂടെയുള്ള വ്യക്തി എന്ന് പറയുമ്പോൾ 90s കിഡ്സ് എന്ന് പറയുമ്പോൾ തന്നെ ഒരു പക്ഷേ നിങ്ങളുടെ മൈൻഡിലോട്ട് കയറി വരാം പുള്ളി ഭയങ്കര വൈറലായ ഒരു കണ്ടന്റോട് കൂടി. സോ നിങ്ങളിൽ പലർക്കും ചിലപ്പോൾ അറിയുണ്ടാവില്ല, പക്ഷെ ഭൂരിഭാഗം പേർക്കും അറിയാവുന്നതാണ് എൻ്റെ വിശ്വാസം. സോ ലെറ്റ്സ് വെൽക്കം ട്രിക്സ് ബൈ ഫാസിൽ ബഷീർ. വെൽക്കം ബാക്ക് ടു ഷോ. ഒരു മെന്റലിസ്റ്റ് ആണ്, ഒരു മിറാക്കിൾ ബസ്റ്റർ ആണ്, അതിൽ ഉപരി വേറെ എന്തെങ്കിലും ആണോ? വേറെ എന്തെങ്കിലും ആവണോ? വേറെ എന്തെങ്കിലും ആണോ? അല്ല, ഇപ്പോൾ അറിയപ്പെടുന്നത് അങ്ങനെ തന്നെയാണ്. മെന്റലിസ്റ്റ് ആൻഡ് മിറാക്കിൾ ബസ്റ്റർ എന്നുള്ള നിലയിലാണ് ഇപ്പോൾ അറിയപ്പെടുന്നത്. സോ 90s കിഡ് ആണ്, ആ ഒരു വൈബ് മിസ് ചെയ്യുന്നുണ്ടോ? ആക്ച്വലി അത് പറയുമ്പോൾ ഒരു കാര്യം കൂടെ കൂട്ടിച്ചേർക്കേണ്ടതായിട്ടുണ്ട്. 90s കിഡ്സ് എന്ന് പറയുമ്പോൾ പല ആളുകൾക്കും ഒരു തെറ്റിദ്ധാരണയോടെ ഉണ്ട്. കാരണം ഈ 90s കിഡ്സ് എന്ന് പറഞ്ഞാൽ 90s ജനിച്ച ആളുകളാണോ എന്നുള്ളത്. ആക്ച്വലി നമ്മളിപ്പോൾ ഇൻ്റർനെറ്റിൽ തന്നെ അതുമായി ബന്ധപ്പെട്ട് സെർച്ച് ചെയ്താൽ ഒരുപാട് ലേഖനങ്ങളും കാര്യങ്ങളൊക്കെ അതിൽ കാണാൻ സാധിക്കും നമുക്ക്. 80s അവസാനത്ത് ജനിക്കുകയും 90s കാലഘട്ടത്തിൽ സ്കൂൾ കാലഘട്ടം, അതായത് 90s സ്കൂൾ കാലഘട്ടം വന്നിട്ടുള്ള കുട്ടികളെയാണ് ഈ പറഞ്ഞ 90s കിഡ്സ് എന്നുള്ള രീതിയിൽ അറിയപ്പെടുന്നത് തന്നെ. കാരണം ഇപ്പോൾ എന്ത് കാര്യമാണെങ്കിലും നമ്മൾ ഒരുപാട് വൈറലായി കഴിഞ്ഞാൽ, അപ്പോൾ അതിൽ നമ്മൾ തെറ്റായ കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല എങ്കിൽ പോലും നെഗറ്റീവ് ഒരുപാട് വരും, അറിയാലോ, അങ്ങനെ തന്നെയാണ്. അപ്പോൾ ഇപ്പോൾ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പോൾ തന്നെ 90s കിഡ്സ് എന്നുള്ള ആ ഒരു വീഡിയോ ബേസ് ചെയ്തിട്ട് പറഞ്ഞുകൊണ്ട് പറയാണ്. കാരണം ആ വീഡിയോ അത്യാവശ്യം നല്ല രീതിയിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജിൽ തന്നെ എനിക്ക് 5 മില്യൺ അത്രയായിട്ട് ഒറ്റ ദിവസം 2 ദിവസം കൊണ്ടൊക്കെ അത്രയായി. പിന്നെ ഒരുപാട് ആളുകൾ അത് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാത്തിലും ഇത്രയും വ്യൂസ് പോകുന്നുണ്ട്. അപ്പോൾ അതിൽ തന്നെ ഒരുപാട് നെഗറ്റീവ് കമൻസ് അതിനകത്ത് കാണാൻ സാധിച്ചു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ ഇതാണ്, ഇങ്ങനെയുള്ളൊരു ഡൗട്ട് ഉള്ളതുകൊണ്ടാണ് പലർക്കും ഇങ്ങനെയാണ് സംശയം. അതായത് 90s ജനിച്ച ആളുകൾ പിന്നെ 2000 ആവില്ലേ സ്കൂളിലേക്ക് പഠിക്കാൻ പറ്റും, അപ്പോൾ പിന്നെ എങ്ങനെ 90s കിഡ്സ് ആവും എന്നുള്ളത്. ആക്ച്വലി ഇങ്ങനെയാണ്, 80s ലാസ്റ്റ് ജനിക്കുകയും 90 കാലഘട്ടം സ്കൂളിൽ ചെലവഴിക്കുകയും ചെയ്ത ആളുകളെയാണ് ഈ 90s കിഡ്സ് എന്ന് പറയുന്നത്. പൊതുവെ അങ്ങനെയാണ് പറയുന്നത്. അതിനെപ്പറ്റി ആളുകൾക്ക് അറിയില്ല എന്ന് തോന്നുന്നു, കുറേ ആളുകൾക്ക് അറിയില്ല. കൂടുതലും നെഗറ്റീവ് കമൻസ് കണ്ടത് 70s ആളുകളാണ്. അപ്പോൾ എനിക്ക് ചെറിയ പ്രായത്തിലൊക്കെ നമ്മളിപ്പോൾ റോഡിലൊക്കെ വെക്കുമ്പോഴേ ചില അമ്മമാരൊക്കെ വന്നിട്ട് എന്താണെന്നൊക്കെ ചോദിച്ചിങ്ങനെ തോണ്ടിട്ടൊക്കെ പോകില്ലേ, ചെറിയൊരു ഉടക്കുണ്ടാക്കുന്ന ഒരു ക്യാരക്ടറുള്ള ചില ആളുകളുണ്ട്. എല്ലാവരും അല്ല കേട്ടോ, വളരെ ചുരുക്കം ചില ആളുകൾ. അപ്പൊ അത്തരത്തിലുള്ള ആളുകൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിലേക്ക് വന്നപ്പോൾ നെഗറ്റീവ് കമന്റ്സ് ഇടുക എന്നുള്ളതാണ് അവരുടെ ടെൻഡൻസി. അപ്പൊ അവർ വന്നിട്ട് ഇത് ഞങ്ങളാണ് ശരിക്കും ആസ്വദിച്ചത്, നിങ്ങളല്ല എന്നൊക്കെ പറഞ്ഞ് വളരെ മോശമായിട്ട് അസഭ്യം പറഞ്ഞിട്ട് വരെയൊക്കെ അതിൻ്റെ ഇടയിൽ കുറെ കമന്റ്സ് ഒക്കെ കാണാനിടയായി. അപ്പോൾ ഇത് പറഞ്ഞപ്പോൾ ഞാനത് കൂടെ ഒന്ന് ഉറപ്പിച്ചു, അത് ക്ലിയർ ചെയ്തു എന്നേ ഉള്ളൂ. ഓക്കെ, ഇനി എന്താണ് ചോദ്യം? സോ 90s കിഡ്സ് എന്ന് പറഞ്ഞാൽ 90s ജനിച്ചവരല്ല. ഞാൻ വിചാരിച്ചത് 90s ജനിച്ചിട്ട് മീൻസ് 2K ആ ടൈം സ്കൂളിൽ പോരാ. അപ്പൊ നമ്മള് അങ്ങനെയുള്ളവർ ശരിക്കും എന്താണ് 2K കിഡ്സ് ആകും. അപ്പം നമ്മളൊക്കെ 2K കിഡ്സ് ആണ്. ഓക്കെ, അപ്പം ഈ ഒരു റീല് നമ്മൾ പ്രതീക്ഷിച്ചതിലും കൂടുതൽ നല്ല രീതിക്ക് വൈറലായി. അപ്പൊ ഇങ്ങനെ വന്നപ്പം ഈ 70s അമ്മാവന്മാരല്ലാതെ 2K കിഡ്സ് പ്രതിഷേധമൊന്നായി വന്നില്ല. അങ്ങനെ അധികമൊന്നും, അത് വളരെ വിരലുണ്ടാവുന്ന കുറച്ച് ആളുകൾ മാത്രമേ. എപ്പോഴും നമ്മൾക്ക് എനിക്ക് തോന്നുന്നു ഒരുപാട് ലക്ഷക്കണക്കിന് കമന്റ്സ് വന്നിട്ടുണ്ട്. അത്രയും നല്ല പോസിറ്റീവ് കമന്റ്സ് വന്നാലും 10 പേര് നെഗറ്റീവ് പറഞ്ഞാൽ നമ്മൾ ഹൈലൈറ്റ് ചെയ്യുന്നത് നെഗറ്റീവ് ആയിരിക്കും, അറിയാലോ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ കണ്ടതുകൊണ്ട് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. എന്ന് കരുതി എനിക്ക് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്ന എൻ്റെ ഈ ട്രിക്സ് എന്ന് പറയുന്ന എൻ്റെ യൂട്യൂബ് ചാനലിനെയും അല്ലെങ്കിൽ എൻ്റെ കണ്ടന്റിനെയും ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നതും ഈ 70s ആളുകളാണ്. എൻ്റെ കൂടുതൽ ഫാൻ ഫോളോവേഴ്സ് നമ്മുടെ ചാനലിൻ്റെ ആ കാറ്റഗറിയിലുള്ള ആൾ. പക്ഷേ എല്ലാത്തിലും കുറച്ച് ആളുകൾ ഉണ്ടാവുമല്ലോ ഈ നെഗറ്റീവ് പറയുന്ന. അത് പറഞ്ഞു എന്ന് കരുതിക്കൊണ്ട് നമുക്ക് പ്രശ്നമൊന്നുമില്ല. ഇപ്പോൾ നമുക്ക് ജോലിയൊന്നും ഇല്ലാതിരിക്കുന്ന ഒരു സമയമാണെങ്കിൽ നമുക്കൊരു എന്റർടൈൻമെന്റ് ആണ്. കാരണം നെഗറ്റീവ് കമന്റ്സിന് ഒരു റിപ്ലൈ കൊടുത്താൽ മതി, വീണ്ടും അടുത്ത നെഗറ്റീവ് കമന്റ് വരും. പിന്നെ നമുക്ക് അതിങ്ങനെ തുടർന്ന് സമയം പോകാൻ വളരെ നല്ലൊരു പരിപാടിയാണ്. വേണമെങ്കിൽ നമുക്ക് ഇവരെ പ്രൊവോക്ക് ചെയ്യാം, വേണമെങ്കിൽ അത് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിട്ട് വേണമെങ്കിൽ പ്രൊവോക്ക് ചെയ്യാം. അതല്ല, മൂന്നാമത്തതാണ് ഏറ്റവും ഞാൻ സ്ഥിരമായിട്ട് സ്വീകരിക്കുന്നത്. കാരണം നമ്മൾ മൈൻഡ് ചെയ്യാറില്ല, അവരെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പറഞ്ഞോട്ടെ എന്നുള്ളത്. അപ്പോൾ ഈ 3 കാര്യങ്ങളാണ് നമുക്ക് നെഗറ്റീവ് കമന്റ്സിന് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം. അതെ. സോ നമുക്ക് നമ്മുടെ ഈ ജനറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പഴയ കാലം പുതിയ കാലം ഒരുപോലെ എൻജോയ് ചെയ്യാൻ പറ്റിയെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഏത് കാലമാണ് കൂടുതലായിട്ട്
ഇഷ്ടപ്പെട്ട ഒരു കാലം എന്ന് പറയുന്നത്? അല്ല, നമ്മൾക്ക് എപ്പോഴും ഓരോരുത്തർക്ക് ഇപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ കാലഘട്ടം തന്നെയാണ് എനിക്ക് ഇഷ്ടപ്പെടുന്ന ഒരു കാലഘട്ടം. അപ്പം നിങ്ങൾക്കിപ്പോൾ നിങ്ങളുടെ കാലഘട്ടമായിരിക്കും, അല്ലെങ്കിൽ ഇന്നത്തെ തലമുറ, അത് ആരുടെയും തെറ്റല്ലല്ലോ ഓരോ കാലഘട്ടത്തിൽ ജനിക്കുന്നത്. ഇന്നത്തെ തലമുറയ്ക്ക് അവരുടെ കാലഘട്ടമായിരിക്കും ഇഷ്ടം. അവരിപ്പോൾ ചിലപ്പോൾ ഒരു 10 വർഷം 20 വർഷം കഴിയുമ്പോൾ അവർ പറയും AI വരുന്നതിന് മുമ്പ് ഞങ്ങൾ ഇത്രയും കഷ്ടപ്പെട്ടിരുന്ന ഒരു വീഡിയോ ചെയ്യാൻ എന്നൊക്കെ പറഞ്ഞ് വേണമെങ്കിൽ പറയുമായിരിക്കും അല്ലേ. അപ്പം എല്ലാവർക്കും അവരവരുടെ ഇത് തന്നെ. എന്നെ സംബന്ധിച്ച് എൻ്റെ അടുത്ത് ചോദിച്ചാൽ എൻ്റെ ചെറുപ്പകാലം തന്നെയാണ്, ആ കാലഘട്ടം തന്നെയാണ്. അന്ന് ഈ പറഞ്ഞ ദാരിദ്ര്യവും പ്രശ്നങ്ങളും അല്ലെങ്കിൽ നമുക്ക് പല രീതിയിലുള്ള അതിനകത്ത് പറയുന്ന കാര്യങ്ങളുണ്ടല്ലോ, അപ്പോൾ അതൊക്കെ നമ്മൾ ആസ്വദിച്ചിരുന്നു. അന്ന് നമുക്കതൊന്നും വലിയ പ്രശ്നമായിട്ട് തോന്നില്ല. കാരണം എൻ്റെ സുഹൃത്തുക്കളും എല്ലാവരും അങ്ങനെ തന്നെയാണ്. സുഹൃത്ത് വലയത്തിലുള്ള എല്ലാവരും അതേ രീതിയിൽ തന്നെ ജീവിത സാഹചര്യത്തിലൂടെ കടന്നു പോകുന്ന ആളുകളായതുകൊണ്ട് നമുക്ക് ഇല്ലാത്തവനാണെന്നോ അങ്ങനെയൊന്നുള്ള തോന്നലുകളൊന്നും അന്ന് നമുക്ക് ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ആ ഒരു കാലഘട്ടം നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു കാലഘട്ടം തന്നെയാണ്. ഓക്കെ, ഇപ്പം മെന്റലിസ്റ്റ് ആണ്, ആ ഒരു മേഖലയിൽ വന്നിട്ട് ഇപ്പം എത്ര കാലമായി? ആക്ച്വലി ഞാൻ ഹയർ സെക്കൻഡറി പഠിക്കുന്ന സമയത്താണ് മാജിക്കിൽ വരുന്നത്. 2002, 2003 ആ സമയത്താണ് ഹയർ സെക്കൻഡറി പഠിക്കുന്നത്. അന്ന് മാജിക് സ്റ്റാർട്ട് ചെയ്തതാണ് ഞാൻ. അന്ന് പ്രഡിക്ഷൻ എന്നുള്ള പേരിലാണ് ഈ പറഞ്ഞ മെന്റലിസം നമ്മൾ അവതരിപ്പിച്ചിരുന്നത്. അതായത് ഒരാൾ മനസ്സിൽ വിചാരിക്കുന്ന കാര്യങ്ങൾ നമ്മൾ നേരത്തെ മുൻകൂട്ടി പ്രവചിച്ച് വെക്കുന്നൊരു പരിപാടി. അതിനെ പ്രഡിക്ഷൻ മാജിക് എന്നുള്ളൊരു കാറ്റഗറിയിലാണ് അന്ന് കൂടുതലായിട്ടും എൻ്റെ ഷോകളിൽ ഞാൻ ഉൾപ്പെടുത്തിയിരുന്ന അങ്ങനെയുള്ള എഫക്റ്റുകളായിരുന്നു. പിന്നീട് ഇതിൻ്റെ സാധ്യതകളൊക്കെ നഷ്ടപ്പെട്ടു. കാരണം മാജിക്കിൻ്റെ ട്രിക്കുകളൊക്കെ റിവീൽ ആവാൻ തുടങ്ങി വലിയ വലിയ ഷോകളുടെയൊക്കെ. പിന്നെ സോഷ്യൽ മീഡിയ സജീവമായ കാലഘട്ടം ആണല്ലോ. അപ്പോൾ എല്ലാം നമുക്ക് എന്ത് വേണമെങ്കിലും നമ്മൾ ഇൻ്റർനെറ്റിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഏത് മാജിക്കിൻ്റെയും ട്രിക്ക് അവൈലബിൾ ആണ്. പിന്നെ ആ ഒരു അത്ഭുതം നഷ്ടപ്പെട്ടു. മറ്റു കല പോലെയല്ല, ഇതിന് അത്ഭുതം നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ ഈ കല നിലനിൽക്കില്ല. പിന്നെ ഇതിന് എക്സ്പെൻസ് ഭയങ്കര കൂടുതലാണ്. നമ്മൾ മാജിക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഓരോ എക്യുപ്മെൻറ്റും നമ്മൾ പർച്ചേസ് ചെയ്യണം. അതിനൊക്കെ നല്ല തുക കൊടുത്ത് വാങ്ങിയിട്ട് നമ്മൾ പ്രാക്ടീസ് ചെയ്തിട്ടാണ് ആളുകളുടെ മുമ്പിൽ ഇത് അവതരിപ്പിക്കുന്നത്. അപ്പോൾ അതിൻ്റെ സാധ്യതയും നഷ്ടപ്പെട്ടതുകൊണ്ട് തന്നെ പിന്നെ നമ്മൾ കുറച്ച് നാൾ നമ്മൾ ഇതിൽ നിന്ന് വിട്ടു നിന്നിരുന്നു. പിന്നെ 2000 എനിക്ക് തോന്നുന്നു 16 ആ സമയത്താണ് മെൻ്റലിസം എന്നുള്ള ഒരു കല കേരളത്തിലേക്ക് വരുന്നത്. ഇത് ആദി, നിബിൻ രാവത്ത് ഇവരാണ് തുടക്കത്തിലുള്ള മെൻ്റലിസ്റ്റുകൾ. ഞാൻ മുമ്പുള്ള ഇൻ്റർവ്യൂവിൽ ഞാൻ പറഞ്ഞിട്ടുള്ളത്. അതിനുശേഷമാണ് ഞാൻ വരുന്നത്. അന്ന് കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു ഈ മെൻ്റലിസം ആളുകളിലേക്ക് എത്തിക്കാനായിട്ട്, ജനകീയമാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. കാരണം നമ്മൾ മെൻ്റലിസ്റ്റ് ആണ് അല്ലെങ്കിൽ മെൻ്റലിസമാണ് പെർഫോം ചെയ്യുന്നതെന്ന് വെച്ചാൽ ആദ്യം ചോദിക്കുന്നത് ഭ്രാന്തിനെ ചികിത്സിക്കുന്നതാണോ അങ്ങനെയാണ് ആളുകൾ ചോദിച്ചിരുന്നത്. അപ്പോൾ എനിക്ക് ഓൾറെഡി ഒരു ഇവൻറ്റ് കമ്പനി ഉണ്ട്. അപ്പോൾ അതിൽ വരുന്ന ക്ലയൻറ്റുകളുടെ അടുത്ത് ഞാൻ പറയും ഒരു പുതിയൊരു പരിപാടി ഉണ്ട്, ഇങ്ങനെ നമ്മൾ വേണമെങ്കിൽ ഒന്ന് കാണിക്കാം. അപ്പോൾ അവരും ആദ്യം ചോദിക്കുന്നതാണ്. അപ്പോൾ അതങ്ങനെയല്ല, നിങ്ങൾ കണ്ടു നോക്കുന്ന പറയുമ്പോൾ ഇത് കൊള്ളാലോ പരിപാടി. അങ്ങനെയാണ് പിന്നെ ഇത് കയറി വന്നത്. പിന്നെ ഈ കോവിഡിന് ശേഷം ഒരുപാട് മജീഷ്യൻസ് ഇതിൻ്റെ സാധ്യത മനസ്സിലാക്കിയിട്ട് മാജിക് എന്ന് പറഞ്ഞത് ഞാൻ പറഞ്ഞല്ലോ, മാജിക്കിൻ്റെ സാധ്യത കുറച്ച് കുറഞ്ഞു, കുറച്ചല്ല നല്ല രീതിയിൽ കുറഞ്ഞു. പിന്നെ ഇനി നെക്സ്റ്റ് ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് മെൻ്റലിസം ആണ്. കാരണം മാജിക്കിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് വെർഷൻ. അങ്ങനെ ഒരുപാട് മജീഷ്യൻസ് ഈ 2020 ശേഷം ഒരുപാട് പേര് മെൻ്റലിസ്റ്റ് എന്നുള്ള ടൈറ്റിലേക്ക് മാറുകയും മെൻ്റലിസം ഷോ ആയിട്ട് വരികയൊക്കെ ചെയ്തു. ഇന്നിപ്പോൾ റോഡിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മളൊരു 20 പേരെ കണ്ടാൽ 10 പേര് മെൻ്റലിസ്റ്റുകളാണ്. ആ രീതിയിലേക്കായി മാറി. ഇനിയിപ്പോൾ ഞാൻ പറയുന്ന ഒരു 2 വർഷം കൂടെ കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഒരുപാട് സാധ്യതകൾ ഇതിൻ്റെ നഷ്ടപ്പെടും. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനൊരു തിയേറ്റർ ഷോ ചെയ്യുമ്പോൾ എൻ്റെ ഷോയുടെ ടൈറ്റിൽ തന്നെ ട്രിക്സ് മാനിയ എന്നാണ്. ഇത് കംപ്ലീറ്റ് ട്രിക്സ് ആണെന്ന് പറഞ്ഞിട്ട് തന്നെ നമ്മൾ ഷോ ചെയ്യുന്നത്. മാത്രമല്ല കുറച്ച് അവയർനെസ്സും ഹിപ്നോട്ടിസവും അല്ലെങ്കിൽ ഒരു തിയേറ്റർ ആംബിയൻസ് ഒക്കെ ക്രിയേറ്റ് ചെയ്ത് വേറൊരു ഫോർമാറ്റിലാണ് ആളുകളെ ആ ഒരു 2 മണിക്കൂർ എൻ്റർടൈൻ ചെയ്യിക്കുക. എന്നാൽ ഇതൊരു വലിയൊരു അമാനുഷിക സിദ്ധിയായിട്ടോ അത്ഭുത സിദ്ധിയായിട്ടോ നമ്മൾ അവതരിപ്പിക്കുന്നൊന്നുമില്ല. ആളുകൾ എൻ്റർടൈൻ ചെയ്യാനായിട്ട് വരും. ഇപ്പോൾ നമ്മളൊരു സിനിമ, ഒരു സസ്പെൻസ് ത്രില്ലർ സിനിമ നമ്മൾ കണ്ടു, എന്നാലും കുറച്ച് നാൾ കഴിയുമ്പോൾ നമ്മൾ വീണ്ടും കാണാനുള്ളൊരു ഇതുണ്ടല്ലോ. സസ്പെൻസ് ആണ് എല്ലാം അറിയാം, എന്നാലും നമ്മളത് ആസ്വദിക്കും. ആ രീതിയിലാണ് ഇന്നിപ്പോൾ മെൻ്റലിസം ആസ്വദിക്കുന്നത്. കാരണം അതിൻ്റെ രീതിയിലൊക്കെ ആയിരിക്കും എന്നവർക്കറിയാം, എന്നാലും അവർ എൻ്റർടൈൻ ചെയ്യാൻ വരുന്നു, ആസ്വദിക്കുന്നു. ആ രീതിയിലേക്ക് ആക്കി മാറ്റിയിട്ടുണ്ട് എൻ്റെ ഓഡിയൻസിനെ. ബാക്കിയുള്ളത് എങ്ങനെയെന്ന് എനിക്കറിയില്ല. കാരണം ട്രിക്സ് മാനിയ എന്ന് പറഞ്ഞ് തന്നെ ചെയ്യുന്നതുകൊണ്ടും എൻ്റെ ഷോയിൽ ആദ്യം മുതൽ അവസാനം വരെ ഇതിൽ യാതൊരു സിദ്ധിയില്ല, ഇത് കംപ്ലീറ്റ് ട്രിക്കാണ്, നിങ്ങൾ എൻ്റർടൈൻ ചെയ്യിക്കാനാണെന്ന് പറഞ്ഞ് തന്നെയാണ് ഓരോന്നും അവതരിപ്പിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ ആക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇപ്പം മെൻ്റലിസം എന്ന് പറയുന്നത് ഇപ്പം എല്ലാവർക്കും ഈസി ആയിട്ട് പഠിക്കാൻ പറ്റുന്ന ഒരു കോൺസെപ്റ്റാന്നുള്ളതിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. ഇപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ തന്നെ ഓൺലൈനിൽ തന്നെയാണ് 1000 രൂപ ഫീസ് തന്നാൽ അല്ലെ 2000 രൂപ ഫീസ് തന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മെൻ്റലിസം എളുപ്പമായിട്ട് പഠിക്കാം. അപ്പം അങ്ങനെ വരുമ്പം മെൻ്റലിസം എന്ന് പറയുന്ന ഒരു പ്രൊഫഷന് തന്നെ അതൊരു സാധ്യത ഇല്ലാതാവുമല്ലോ ചെയ്യുന്നത്. സത്യത്തിൽ ഞാൻ മനസ്സിലാക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പെർഫോമൻസ് ലെവലിൽ ശ്രദ്ധ നേടാത്ത ആളുകൾ, അവരെന്നാ ഈ കല അവർക്കറിയാം, അവർക്ക് ഇത് പെർഫോം ചെയ്ത് ശ്രദ്ധ നേടാനായിട്ട് സാധിച്ചിട്ടില്ല, എന്നാൽ പിന്നെ കയ്യിലുള്ളത് വിറ്റ് കാശാക്കാം എന്നുള്ള നിലയിൽ അവർ സെയിൽ ചെയ്യുന്നതായിട്ടാണ് നമുക്ക് തോന്നിയിട്ടുള്ളത്. ഒരുപാട് പേര് ഇപ്പോൾ നമ്മളെ ഷോ കണ്ടു കഴിയുമ്പോൾ പലരും വന്നിട്ട് പരാതിയായിട്ട് പറയാറുണ്ട്, ഞങ്ങൾ 1000 രൂപ കൊടുത്ത് കോഴ്സ് ചേർന്ന് 10,000 രൂപ കൊടുത്ത് കോഴ്സ് ചേർന്ന്, അങ്ങനെ പല ആളുകളും ഉണ്ട്. പക്ഷെ ഞങ്ങൾക്കത് ആളുകളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ സാധിക്കുന്നില്ല, പൈസ പോയി എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളുടെ അടുത്ത് പരാതി. ഇപ്പം ഇവരുടെ അടുത്ത് പഠിപ്പിക്കരുതെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. നമ്മളിപ്പോൾ നിങ്ങൾ ഇത് മറ്റാരെയും പഠിപ്പിച്ച് കൊടുക്കരുത് എന്ന് പറയാനായിട്ട് ഞാനായിട്ട് ക്രിയേറ്റ് ചെയ്ത് ഉണ്ടാക്കിയെടുത്ത ഒരു സംഭവമൊന്നും അല്ലല്ലോ പാറ്റൻ്റെ അടുത്ത് പറയാനായിട്ട്, അല്ലേ? അപ്പോൾ അതുകൊണ്ട് തന്നെ പഠിപ്പിക്കുന്നതിനും നമുക്ക് എതിര് പറയാൻ പറ്റില്ല. അപ്പോൾ ഇങ്ങനെ വന്ന് പരാതി പറയുന്ന ആളുകളുടെ അടുത്ത് നമ്മൾ പറയാറുണ്ട്,
കാരണം അത് ഇങ്ങനെ തന്നെ ആണെന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ട് വേണം ഇതിലിറങ്ങാനായിട്ട്. ഇനിയിപ്പോൾ ഇത് കാണുന്ന ആളുകളടുത്തും പറയാനുള്ളത് എല്ലാവരുടെയും ധാരണ ഇപ്പം തന്നെ മനസ്സ് വായിച്ചു കളയാം. അപ്പം പലർക്കും പലരുടെയും മനസ്സിലുള്ളത് അറിയേണ്ടതായിട്ടുണ്ടാവും അല്ലേ? അപ്പൊ ആ ലക്ഷ്യം വെച്ചിട്ടാണ് ഇവരിത് 1000 രൂപ കൊടുത്തും 10,000 രൂപ കൊടുത്തും 15,000 ഇനി 25,000 എത്ര പറഞ്ഞാലും പോയി പഠിക്കാൻ തയ്യാറാവുന്ന എന്താ, എനിക്ക് കുറച്ച് ആളുകളുടെ മനസ്സിലുള്ളതെന്ന് അറിയണം, എന്നാൽ പിന്നെ ഇതിന് പഠിച്ചിട്ട് ഇപ്പൊ തന്നെ അറിയാം എന്നുള്ള ധാരണയിലാണ് ഭൂരിഭാഗം ആളുകളും പോകുന്നത്. അല്ലെങ്കിൽ അത്തരത്തിൽ ആളുകളുടെ മുമ്പിൽ പോയി ഷൈൻ ചെയ്യാം എന്നുള്ള രീതിയിലാണ് പോകുന്നത്. ഞാൻ തുടക്കം മുതലേ പറയുന്ന ഒരു കാര്യമാണ്, നമുക്കൊരാളുടെ മനസ്സ് വായിക്കാൻ സാധിക്കില്ല. നമ്മൾ ചോദിക്കുന്ന ചോദ്യങ്ങൾ, നമ്മളൊരു കാര്യം അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ട് നമ്മൾ പിന്നെ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് അവർ കൃത്യമായിട്ട് ആൻസർ ചെയ്ത് അങ്ങനെയാണ് നമുക്ക് അവരുടെ ഉള്ളിലുള്ളത് പറയാൻ പറ്റുള്ളൂ. ഇപ്പൊ ഫ്രീ ആയിട്ട് ഒരു കാര്യം മനസ്സിൽ വിചാരിച്ചു, ഞാനിപ്പോൾ ഒരു പേര് മനസ്സിൽ വിചാരിച്ചു, ഒന്ന് പറഞ്ഞ് എനിക്ക് പറയാൻ പറ്റില്ല, മറ്റൊരാൾക്കും പറയാൻ സാധിക്കില്ല. അത് അങ്ങനെയുള്ള ഭയവും കുറെ ആളുകൾക്കുണ്ട്. ഒരിക്കലും അങ്ങനെ സാധിക്കില്ല. നമ്മൾ ആ ഒരു സ്റ്റേജിലാണെങ്കിൽ നമ്മൾ സഭാകമ്പോകം മുതലെടുത്തിട്ടൊക്കെയാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. പിന്നെ കുറച്ച് ഹിപ്നോട്ടിസത്തിന്റെ സാധ്യതയൊക്കെ പ്രയോജനപ്പെടുത്തി ഫൈനൽ വരുമ്പോൾ നിങ്ങളുടെ മനസ്സ് വായിച്ചു എന്നൊരു തോന്നൽ ഉണ്ടാക്കിയെടുക്കുക മാത്രമായിട്ട് ചെയ്യുന്ന ഒരു കല മാത്രമാണ് മെന്റലിസം എന്ന് പറയുന്നത്. പിന്നെ പല മെത്തേഡുകളുണ്ട് കേട്ടോ. ഇപ്പോൾ ട്രിക്സ് എന്ന് പറയുന്ന എൻ്റെ ചാനലിൽ 2019 ഞാൻ ചെയ്തൊരു വീഡിയോ ഉണ്ട്, കൂടുമാറ്റം എന്ന് പറഞ്ഞിട്ട്. ഈ കൂടുമാറ്റത്തിൽ ഈ സിദ്ധന്മാരെങ്ങനെയാണ് നമ്മുടെ മനസ്സിലുള്ള കാര്യങ്ങൾ പറയുന്നത് എന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ പറയുന്നുണ്ട് കൃത്യമായിട്ട്. ഹാർട്ട് റീഡിംഗ് മെത്തേഡുകൾ, കോൾഡ് റീഡിംഗ് മെത്തേഡുകൾ, മസിൽ റീഡിങ്, ഇതെല്ലാം 2019 തന്നെ നമ്മൾ പറഞ്ഞു പോകുന്നുണ്ട്. പക്ഷെ ഇതിൻ്റെയൊക്കെ സ്റ്റേജിൽ ഇതിൻ്റെയൊക്കെ സാധ്യത എന്ന് പറയുന്നത് വളരെ കുറച്ചാണ്, 10-20% മാത്രമാണ് സാധ്യതയുള്ളൂ. അപ്പോൾ എന്താ, തെറ്റാനുള്ള സാധ്യത കൂടുതലാണ്. ഡിഫെൻഡ് ചെയ്യാനായിട്ട് ഒരാൾ കയറി വന്നു കഴിഞ്ഞാൽ ഒന്നും വർക്ക് ചെയ്യില്ല. അപ്പോൾ ഒരാൾ ഡിഫെൻഡ് ചെയ്യാൻ വന്നാലും അതിനെയും കവർ ചെയ്യാൻ പറ്റുന്ന ട്രിക്കുകൾ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ സ്റ്റേജിൽ പല കാര്യങ്ങളും നമ്മൾ അവതരിപ്പിക്കാറ്. മറ്റേതിന്റെ സാധ്യത എന്ന് വെച്ചാൽ നമുക്ക് ഇതേ രീതിയിൽ ഇരുന്ന് ചെയ്യാം, തെറ്റിയാലും വേണമെങ്കിൽ ക്യാമറ കട്ട് ചെയ്തിട്ട് ഒന്നും കൂടെ റീടേക്ക് എടുക്കാം, അതല്ലെങ്കിൽ കുറച്ച് ഫ്രണ്ട് സർക്കിളിൽ ഇരുന്ന് ചെയ്യാം. നാണം കിട്ടാലും അത്ര ആളുകളുടെ അടുത്താണല്ലോ. സ്റ്റേജിൽ നമുക്ക് വലിയൊരു തുകയൊക്കെ വാങ്ങിച്ചൊരു പരിപാടി ചെയ്യുമ്പോൾ അവിടെ ഫ്ലോപ്പ് ആയി കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്കത് നമ്മുടെ പ്രൊഫഷനെ തന്നെ ബാധിക്കും. അപ്പോൾ സ്റ്റേജിൽ പെർഫോം ചെയ്യുന്ന കണ്ടുകൊണ്ട് ആളുകൾ ഈ 1000-2000 കൊടുത്ത് പഠിക്കാൻ പോയിട്ട് ചിലപ്പോൾ ഫ്രണ്ട് സർക്കിളിൽ ചിലപ്പോൾ അവർക്ക് വർക്കൗട്ട് ആവുമായിരിക്കും. പക്ഷേ നമ്മൾ സ്റ്റേജിലേക്ക് ചെല്ലുമ്പോൾ ആരൊക്കെയാണ് ഇതിൽ കയറി വരുന്നത്, ഡിഫെൻഡ് ചെയ്യാൻ വരുന്നതാണോ, എന്ത് സ്വഭാവക്കാരാണ് എന്നൊക്കെ നമുക്ക് ആ സമയത്തല്ലേ അറിയുള്ളൂ. അപ്പോൾ അവരെ മാനേജ് ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് എക്സ്പീരിയൻസ് തന്നെയാണ്. ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, തുടക്ക കാലഘട്ടങ്ങളിൽ ഞങ്ങൾ 2-3 ആളുകളെ ഇവിടെ ഉള്ളൂ. ഞങ്ങളെല്ലാവരും ഞങ്ങളുടെ ഒരു ബാക്ക്ഗ്രൗണ്ട് നോക്കിക്കഴിഞ്ഞാൽ ഞങ്ങളെല്ലാവരും മെജീഷ്യൻസ് ആയിരുന്നു. ഞങ്ങൾക്കൊരു 10-20 വർഷത്തെ എക്സ്പീരിയൻസ് വെച്ചിട്ടാണ് സ്റ്റേജിൽ ഇത്തരത്തിലുള്ള പ്രകടനങ്ങളൊക്കെ നമ്മൾ കാഴ്ചവെക്കുന്നത്. എന്ന് കരുതി നമ്മൾ മറ്റുള്ള തുടക്കക്കാരായിട്ട് വരുന്ന ആളുകളെ വില കുറച്ച് കാണുകയോ അവർക്ക് ചെയ്യാൻ പറ്റില്ല എന്നല്ല. പക്ഷേ ഇത് 1000 പേര് പഠിച്ചാൽ അതിലൊരു പക്ഷേ 10 പേരായിരിക്കും സ്റ്റേജിൽ പെർഫോം ചെയ്യാൻ പാകത്തിന് വളർന്നു വരുന്നത്. മറ്റുള്ള ആളുകൾ നിരാശരായിട്ട് മടങ്ങും. കാരണം ഇതിങ്ങനെയൊക്കെയാണ്. നമ്മൾക്ക് ഒരിക്കലും അത്ഭുതമില്ലല്ലോ. അപ്പോൾ നിങ്ങളുടെ അടുത്ത് ഞാൻ ഇപ്പോൾ പെർഫോം ചെയ്യുമ്പോൾ നിങ്ങൾക്കും അല്ലെങ്കിൽ ഇവിടെ നിൽക്കുന്ന ആളുകൾക്കുമാണ് അത് അത്ഭുതമുള്ളൂ. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ടെൻഷനാണ്. ഞാൻ മുഖത്ത് ചിരിക്കുന്നുണ്ട്, ഞാൻ പല കാര്യങ്ങൾ ചോദിക്കുന്നുണ്ടെങ്കിലും ഈ ട്രിക്ക് കൃത്യമായിട്ട് വർക്ക് ചെയ്യണമല്ലോ. നിങ്ങളൊരു കാര്യം മനസ്സിൽ വിചാരിക്കുന്നത് ഞാൻ പറയണമെങ്കിൽ അത് കൃത്യമായിട്ട് എനിക്കത് ചെയ്യാൻ സാധിച്ച് അത് ഫിനിഷിങ് ആ ഒരു ഫൈനൽ എഫക്റ്റ് എന്താ പറയുക, അത് സക്സസ് ആവുന്നത് വരെ എനിക്ക് ടെൻഷനായിരിക്കും. അപ്പോൾ ഈ ടെൻഷൻ എടുക്കാൻ എല്ലാവരും ധാരണ അത് സിമ്പിളാണ്, ഞാനും അത്ഭുതപ്പെടുകയാണെന്നൊക്കെ ഉള്ള ധാരണയിലായിരിക്കും പലരും ഇത് പഠിക്കാൻ വരുന്നത്. ഒരിക്കലും അങ്ങനെയല്ല. അപ്പോൾ അത് സത്യാവസ്ഥ മനസ്സിലാക്കുക. ഇപ്പോൾ മെജീഷ്യൻസിന് പെട്ടെന്ന് മെന്റലിസ്റ്റ് ആവാൻ പറ്റും, കാരണം അവർക്ക് അറിയാം ഇത് ഇങ്ങനെയൊക്കെയാണ്, ഇത് ഇത്രയും കഷ്ടപ്പാടിൻ്റെ പിന്നിലുണ്ട് എന്നുള്ളതൊക്കെ അവർക്ക് അറിയാം. ഇപ്പോൾ ഒരു കാർഡ് നമ്മൾ വാനിഷ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ എത്ര നാൾ പ്രാക്ടീസ് ചെയ്യണമെന്ന് അറിയാം. ചിലപ്പോൾ 1 വർഷം പ്രാക്ടീസ് ചെയ്താലും ചില ആളുകൾക്ക് സാധിക്കില്ല, കാരണം കൈ അതേ രീതിയിൽ വഴങ്ങി കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ അവർക്കത് ചെയ്യാൻ സാധിക്കില്ല. ട്രിക്ക് അറിയായിരിക്കും അവർക്ക്, പക്ഷെ അത് അവർക്ക് പെർഫോം ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ അതേ രീതിയിൽ തന്നെയാണ് ഇത്. ബുദ്ധിമുട്ടുകൾ ധാരാളം ഉണ്ട്. നമ്മളിപ്പോൾ ട്രിക്കാണെന്ന് ഞാൻ പറയുന്നുണ്ടെങ്കിലും, ട്രിക്സ് മാനിയ എന്നാണ് ടൈറ്റിൽ ഞാൻ കൊടുക്കുന്നുണ്ടെങ്കിലും ആളുകൾ ഇത് സിമ്പിളായിട്ട് കരുതരുത്. കാരണം ട്രിക്കാണെന്ന് പറയുന്നത് ജനങ്ങൾ തെറ്റിദ്ധരിക്കാതിരിക്കാനും ഇത് സിദ്ധിയില്ല എന്ന് ബോധ്യപ്പെടുത്താനും അല്ലെങ്കിൽ ഒരു അമാനുഷികത എല്ലാം ഇവിടെ വർക്ക് ചെയ്യുന്നത് ബോധ്യപ്പെടുത്താനും വേണ്ടിയാണ് ഞാൻ ട്രിക്സ് ആണ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു ഹിപ്നോട്ടിസവും ട്രിക്സ് ആണ് എങ്ങനെ ബ്രെയിനിനെ കൺഫ്യൂസ് ചെയ്യിക്കുന്ന ട്രിക്കാണ്. പക്ഷെ അത് എളുപ്പമല്ല. അത് പ്രാക്ടീസ് ചെയ്യാനും അത് സംസാരിച്ച് നിങ്ങളുടെ ബ്രെയിനിനെ കൺഫ്യൂസ് ചെയ്യിക്കാനും ഒക്കെ നല്ല ടാലന്റ് വേണം. കഠിനമായ പരിശീലനം ഇതിന് പുറകിൽ ആവശ്യമാണെങ്കിൽ മാത്രമാണ്. ഇപ്പോൾ നമ്മൾ ഒറ്റയ്ക്ക് നിന്ന് പെർഫോം ചെയ്യുമ്പോൾ നമ്മൾ ഇത് എളുപ്പമാണെന്ന്, പക്ഷേ സ്റ്റേജിലേക്ക് കയറുമ്പോൾ ചിലപ്പോൾ അത് ഫ്ലോപ്പ് ആവും. കാരണം നമ്മൾ സ്റ്റേജിൽ പെർഫോം ചെയ്യുമ്പോൾ നമ്മളിപ്പോൾ ചെയ്ത രീതിയിലായിരിക്കില്ല വന്നിരിക്കുന്ന ആളുടെ ഭാഗത്തു നിന്നുണ്ടാവുന്ന ചോദ്യങ്ങൾ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളുണ്ട്. നമ്മളൊരു പോയിന്റ് ഒരു മുട്ടുസൂചിയുടെ ഒരു കാര്യം നമ്മൾ മറന്നുപോയാൽ ചിലപ്പോൾ ഇത് ഫ്ലോപ്പ് ആവും. സംസാരത്തിൽ വാക്കിൽ വരുന്ന ഒരു പിഴവ് മതി, നമ്മൾ ചോദിക്കുന്ന ചോദ്യത്തിൽ വന്നൊരു പിഴവ് മതി, അവൻ തിരിച്ച് ഇങ്ങോട്ടൊരു ചോദ്യം ചോദിച്ചാൽ പിന്നെ തീർന്നത്. അത്രയും ശ്രദ്ധയോടുകൂടി വേണം ഇത് അവതരിപ്പിക്കാനായിട്ട്. പക്ഷെ ഇതെല്ലാം നമ്മൾ ചെയ്യുന്നത് എന്തിനാ? ആളുകളെ അവർ 2 മണിക്കൂർ അല്ലെങ്കിൽ കുറച്ച് സമയം ഒന്ന് എന്റർടൈൻ ചെയ്യിക്കാൻ വേണ്ടി മാത്രമാണ്. അതല്ലാതെ ഇതിന്റെ പിന്നിൽ ഒന്നുമില്ല. സോ ഈ ഒരു മെന്റലിസം ടോക്കിൽ ഉടനീളം ഞാൻ ശ്രദ്ധിച്ച കാര്യമാണ് ഹിപ്നോട്ടിസം എന്ന് പറയുന്ന വാക്ക്. അത് ഞാൻ പല വീഡിയോസ് നോക്കുകയാണെങ്കിലും എളുപ്പം ഇങ്ങനെ ആക്കുമ്പോഴേക്കും എല്ലാവരും മറിഞ്ഞടിച്ച് വീണ് കിടന്ന് ഉറങ്ങുന്നു. സോ ആ ഒരു ഇതിലോട്ട് വരുമ്പോൾ മൈൻഡ് വെച്ച് കളിക്കുന്ന ഗെയിമാണ് അവിടെ ചിലപ്പം
തിരിച്ച് ഉണർന്നില്ലെങ്കിലുള്ള പ്രോബ്ലംസ് കാര്യങ്ങളെല്ലാം വരാം. അങ്ങനെ ഒരു മെൻ്റലിസ്റ്റ് ആകുമ്പോൾ ഇപ്പം ഒരുപാട് മുക്കിലും മൂലയിലും മെൻ്റലിസ്റ്റ് ഉണ്ട്. അപ്പോൾ ഒരു സർട്ടിഫിക്കറ്റ് ഇല്ലാതെ അവർക്ക് എങ്ങനെയാണ് ഇങ്ങനത്തെ ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യാൻ പറ്റുന്നത്? അല്ല, അതാണ് നമ്മളുടെ നാടിൻ്റെ ഒരു കുഴപ്പം. അതാണ് ഞാൻ പറഞ്ഞില്ലേ, തുടക്കത്തിലേ ഞാൻ പറഞ്ഞതാണ്, നമ്മുടെ നാട്ടിൽ ആർക്കും എന്തും ചെയ്യാം എന്നുള്ളൊരു ഇതുണ്ട്. ഇപ്പോൾ പലരും മരിച്ചുപോയ ആളുകളെ കാണിക്കുന്ന ഒരു ഇതിപ്പോൾ അത് ട്രെൻഡായിപ്പോൾ എന്ത് ചെയ്തു, എല്ലാവരും പിന്നെ ഇത് മരിച്ചുപോയ ആളുകളെ കാണണോ, ഓക്കെ 1000 രൂപ അടയ്ക്കൂ ഇപ്പോൾ തന്നെ പഠിപ്പിക്കാം, എല്ലാവരും പഠിക്കാൻ പോവാണ്. ഇപ്പോൾ ഈ എൻ്റെ അടുത്ത് വന്ന 2 പരാതികൾ. പക്ഷേ എനിക്കതിൽ ഞാൻ എന്ത് ചെയ്യാൻ, എനിക്കിപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ ഇങ്ങനെ ഇത് പറയാമെന്നല്ലാതെ ഞാൻ അതിൽ അധികാരമുള്ള ആളൊന്നുമില്ല ഇതിനെതിരെ അവർക്കൊരു ശിക്ഷ നടപ്പാക്കാനായിട്ട്. ഇപ്പോൾ പല അധ്യാപകരും ഇത് പഠിക്കാൻ പോയി. എന്തിനാ? കുട്ടികളുടെ മുമ്പിൽ. കാരണം പഠിപ്പിക്കുമ്പോൾ എൻ്റർടൈൻമെൻറ്റ്, ഓക്കെ, കുട്ടികൾക്ക് അത് രസമാണ്, മാജിക് കാണിച്ചോ മെൻ്റലിസം കാണിച്ചൊക്കെ പഠിക്കാം. പക്ഷേ ഈ മരിച്ചുപോയ ഒരു പിതാവ് ഉണ്ടായിരുന്ന ഒരു കുട്ടിയെ പിടിച്ചിട്ട് അവനെ ഹിപ്നോട്ടിസത്തിന് വിധേയമാക്കി പിതാവിനെ കാണിച്ചു കൊടുത്ത് ആ ഒരു എഫക്റ്റ് ഒക്കെ ചെയ്തിട്ട് പിന്നെ ആ കുട്ടിക്ക് പിന്നീട് വീട്ടിൽ രാത്രി കിടന്ന് ഉറങ്ങുന്ന സമയത്തും ഒക്കെ ഇവിടെ ആളുണ്ട് എന്നുള്ളൊരു തോന്നൽ വരികയും അങ്ങനെ ഇത് ട്രോമയിലേക്കൊക്കെ പോകും. കുട്ടികളുടെ അടുത്തൊക്കെ ഇത് നമ്മൾ തോന്നിയ പോലെ പോയിട്ടൊന്നും നമുക്കന്ന് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. എനിക്ക് തന്നെ ഞാൻ പല സ്ഥലങ്ങളിലും എനിക്ക് സത്യത്തിൽ ഇപ്പോൾ പേടിയാണ്. ഇപ്പോൾ സ്റ്റേജിലാണെങ്കിൽ പോലും മുമ്പ് ഞാൻ ചെയ്തിരുന്ന, ഇപ്പോൾ വളരെ മൈൽഡായിട്ടുള്ള എഫക്റ്റുകൾ മാത്രമേ കൊടുക്കുന്നുള്ളൂ. കൂടുതലും മെൻ്റലിസം റിലേറ്റ് ചെയ്തിട്ട് അങ്ങനെ ട്രിക്കുകൾ വെച്ചിട്ട് ചെയ്യുമെങ്കിലും പിന്നെ നമുക്കിത് അറിയാമെന്നും കൂടെ ആളുകളൊന്ന് ബോധ്യപ്പെടുത്തണമല്ലോ എന്ന് വിചാരിച്ചിട്ട് തന്നെ ചെറിയ എഫക്റ്റുകൾ മാത്രം, മൈൽഡായിട്ടുള്ള എഫക്റ്റുകൾ മാത്രമാണ് നമ്മൾ അവതരിപ്പിക്കാറ് സ്റ്റേജിൽ. ഇതിൽ ഈ പറഞ്ഞൊരു പ്രശ്നമുണ്ട്. കാരണം നമ്മൾ കൊടുക്കുന്ന സജഷൻ അവർ ബ്രെയിൻ സ്വീകരിക്കുകയും നമ്മൾ റിവേഴ്സ് സജഷൻ കൊടുക്കുമ്പോൾ അത് സ്വീകരിക്കാതിരിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ പ്രോബ്ലം ആവും. അത് അങ്ങനെ പറ്റുമെന്നല്ല, പക്ഷേ ഹൈലി സജസ്റ്റബിൾ ആയിട്ടുള്ള ആളുകളുണ്ട്. അങ്ങനെയുള്ള ആളുകളിൽ ചിലപ്പോൾ ഇതിനൊരു സാധ്യതയുണ്ട്, ഇങ്ങനെ സംഭവിക്കാൻ സാധ്യതയുണ്ട്. പിന്നെ അവർക്കത് പലരും പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞു, നിങ്ങളെന്നാൽ അത് അല്ലാത്തൊരു നിയമപരമായിട്ട് പോകുമെന്ന് പറയുമ്പോൾ അവർക്ക് അതിൽ പേടിയാണ്. പിന്നെ അത് നമ്മളായിട്ട് തന്നെ പറഞ്ഞ് ചെയ്തതാണല്ലോ, അപ്പോൾ പിന്നെ ഇനി അങ്ങനെ പോയി കഴിഞ്ഞാൽ പിന്നെ എനിക്കും അത് നാണക്കേടല്ലേ എന്നുള്ള രീതിയിൽ. പക്ഷെ നമ്മളെ കാണുമ്പോൾ പലരും വന്ന് പരാതി പറയുകയാണ്. കാരണം അങ്ങനെ ചെയ്തിട്ട് പിന്നെ വീട്ടിൽ ചെന്ന് ഉറങ്ങാൻ പറ്റുന്നില്ല, രാത്രി ഒറ്റയ്ക്ക് അതായത് ഇപ്പോൾ വീട്ടിൽ ആരും ഇല്ലാത്തൊരു അവസരത്തിൽ വീടിൻ്റെ അകത്ത് കയറാൻ തോന്നുന്നില്ല അവർക്ക്. കാരണം രാത്രി കിടക്കാൻ എല്ലാ ലൈറ്റും ഓഫ് ചെയ്ത് ഡോറൊക്കെ അടച്ചു കഴിഞ്ഞ് കഴിയുമ്പോൾ പേടിയാണ്, അവിടെ എവിടെയൊക്കെ ഉണ്ട്, ഈ മരിച്ചുപോയ ആളുടെ സാന്നിധ്യം ഇവിടെ ഉണ്ട് എന്നുള്ളൊരു തോന്നൽ അവർക്ക് വരികയാണ്. അങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ പല ആളുകളും പറയുന്നുണ്ട്. അപ്പോൾ സത്യത്തിൽ ഞാൻ അതിനെതിരെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. എനിക്കിപ്പോൾ അങ്ങനെ എൻ്റെ സോഷ്യൽ മീഡിയ പേജിലൂടെ പറഞ്ഞു കൊടുക്കാനേ പറ്റൂ. ഞാൻ അതിന് ശിക്ഷ നടപ്പാക്കാൻ പറ്റിയ ആളൊന്നുമില്ലല്ലോ. ഓക്കെ, ഇപ്പം ഈ ഹിപ്നോട്ടിസം വെച്ചിട്ട് ഒരാളുടെ മൈൻഡ് റീഡ് ചെയ്യാൻ പറ്റും. എന്നോട് നേരത്തെ പറഞ്ഞായിരുന്നു ഒരാളുടെ മൈൻഡ് റീഡ് ചെയ്യാൻ പറ്റുന്ന അങ്ങനെ ഈസി ആയിട്ടുള്ള കാര്യമില്ലെന്ന്. പക്ഷേ ഹിപ്നോട്ടിസം വെച്ച് ഒരാളുടെ മൈൻഡ് റീഡ് ചെയ്യാൻ പറ്റും എന്ന് പറയുന്നത് ശരിയാണോ? മൈൻഡ് റീഡ് ചെയ്യാന്ന് വെച്ചാൽ എങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത്? ഇപ്പം അയാളുടെ പെർമിഷൻ ഇല്ലാതെ, ഇപ്പോൾ ഒരാളുടെ പെർമിഷൻ ഇല്ലാതെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ മെന്റലിസം ആണെങ്കിലും ഹിപ്നോട്ടിസം ആണെങ്കിലും ഒക്കെ തന്നെ നിങ്ങളുടെ പെർമിഷൻ ഇല്ലാതെ ഇപ്പോൾ നിങ്ങളെ മയക്കി കിടത്തിയിട്ട് ഓരോ കാര്യങ്ങൾ ചോദിക്കുന്നു, നിങ്ങൾ പറയുന്നു, അത് കണ്ടിട്ടല്ലേ, സിനിമയിൽ കണ്ടിട്ടല്ലേ നിങ്ങൾ പറയുന്നത്. ഇതൊക്കെ സാധ്യതയുള്ള കാര്യങ്ങൾ തന്നെയാണ്. നമുക്ക് ഹിപ്നോട്ടിസത്തിൽ ഒരുപാട് സാധ്യതകളുണ്ട്. പക്ഷേ ഇതിൽ നിങ്ങളുടെ പെർമിഷൻ വേണം, നിങ്ങളുടെ അനുവാദത്തോടു കൂടി തന്നെ പറ്റുള്ളൂ. ഇനിയിപ്പോൾ ഞാൻ സജഷൻ തരുന്നത് നിങ്ങൾ സ്വീകരിക്കാതെ നിങ്ങൾ മയങ്ങി കിടന്നിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ എന്തും വിളിച്ച് പറയാം, നിങ്ങളെ ന്യായീകരിച്ചിട്ട് പലതും വേണമെങ്കിൽ പറയാം. പക്ഷെ ഇതൊന്നും ഒരു സയൻസിന്റെ ശാഖയിൽ നമ്മൾ പെടുത്താത്തതാണ്. പറഞ്ഞു മനസ്സിലായില്ലേ? അതായത് എല്ലാവരിലും ഇത് വർക്കൗട്ട് ആവില്ല. ഇപ്പൊ സയൻസ് എന്ന് പറയുമ്പോൾ എനിക്ക് കിട്ടിയ റിസൾട്ട് എല്ലാവർക്കും കിട്ടണം, അതേ റൂട്ടിലൂടെ സഞ്ചരിച്ചാൽ എല്ലാവർക്കും കിട്ടണം, എങ്കിൽ മാത്രമാണ് നമുക്കത് സയൻസ് എന്ന് പറയാൻ പറ്റും. പക്ഷെ അത് സയൻസ് എന്ന് പറയാത്തത് അതുകൊണ്ടാണ്, കാരണം എല്ലാവരിലും ഇത് വർക്കൗട്ട് ആവില്ല. ഇപ്പോൾ ടോട്ടൽ ഇപ്പം ഇതിൻ്റെ ഒരു കണക്ക് പ്രകാരം പറയുകയാണെങ്കിൽ നമ്മൾ മൊത്തം ജനസംഖ്യ എടുത്താൽ അതിൽ 10% ആളുകളെ മാത്രമാണ് ഹിപ്നോട്ടിസത്തിന് റിയലായിട്ട് വിധേയമാക്കാൻ പറ്റുള്ളൂ എന്നുള്ളതാണ് കണക്ക് പ്രകാരം പറയുന്ന ഒരു കാര്യം. അപ്പോൾ അത്രയേ ഉള്ളൂ, സാധ്യതകൾ എന്ന് പറയുന്നത് അത്ര തന്നെയേ ഉള്ളൂ. ഓക്കെ, ഇപ്പം ഈ ഹിപ്നോട്ടിസം ചെയ്തിട്ട് ചിലർ പറയും ഇത്രയും കാലം പഠിച്ചിരുന്ന ഒരു ലാംഗ്വേജ് തന്നെ നമ്മൾ മറക്കുന്ന രീതി, ഇംഗ്ലീഷ് ഒന്നും വായിക്കാൻ പറ്റില്ല എന്നൊക്കെ പറയും. സോ അങ്ങനൊരു അതൊരു കൺഫ്യൂസ് സ്റ്റേറ്റിലേക്ക് കൊണ്ടുപോകുന്നതാണ് നമ്മുടെ ബ്രെയിനിനെ. ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, നിങ്ങൾക്ക് നിങ്ങളുടെ ബ്രെയിനിൽ ഒരു സജഷൻ, ഇത് നേരത്തെ ചോദിച്ച ചോദ്യത്തിന് ആൻസർ ആയില്ല എന്ന് തോന്നുന്നു. അതായത് നിങ്ങൾ പറഞ്ഞു ഇങ്ങനെ സ്നാപ്പ് ചെയ്യുമ്പോൾ തന്നെ ആള് സ്ലീപ്പിലേക്ക് പോകുന്നത്. പലപ്പോഴും നമ്മൾ റീൽസിൽ കാണുമ്പോൾ, ഇപ്പോൾ റീൽ യുഗമാണല്ലോ, മാക്സിമം 1 മിനിറ്റ് പോലും ആളുകൾക്ക് ക്ഷമയില്ല കാണാനായിട്ട്. അത് കുറച്ച് സമയം ഇങ്ങനെ നോക്കിയിട്ട് ഇങ്ങനെ തോണ്ടിക്കൊണ്ടിരിക്കും അല്ലേ. അതിലൊന്ന് നിൽക്കണമെന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള എന്തെങ്കിലും കാണാം. അപ്പോൾ എന്താ വെച്ചാൽ ഇതിൻ്റെ ചിലപ്പോൾ ഒരു 10 മിനിറ്റോ 20 മിനിറ്റോ എടുത്തിട്ടുള്ള ഒരു പ്രോസസ്സായിരിക്കും അത്. അതിലാണ് നിങ്ങൾ ട്രാൻസിലേക്ക് കൊണ്ടുപോയി വീണ്ടും ഉണർത്തി വീണ്ടും ട്രാൻസിലേക്ക് കൊണ്ടുപോയി അത്രയും ഡീപ്പായിട്ടുള്ള ഇതിലേക്ക് കൊണ്ടുപോയതിനു ശേഷം പിന്നെ നമ്മളൊരു സജഷൻ കൊടുത്തു വെച്ചിട്ടുണ്ടാവും. അതായത് എന്താണ്, ഞാൻ ഇങ്ങനെ സ്നാപ്പ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ സ്ലീപ്പിലേക്ക് പോകും എന്നുള്ളത്. അതാണ് നിങ്ങൾ കാണുന്നത്. അപ്പോൾ വീണ്ടും നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പിന്നെ സ്നാപ്പ് ചെയ്താൽ നിങ്ങൾ സ്ലീപ്പിലേക്ക് പോകും. പക്ഷെ അതിൻ്റെ മുമ്പ് എന്താ പറയുക, ഒരു 10-20 മിനിറ്റ് വേറെ കുറേ കാര്യങ്ങൾ അതിൻ്റെ ഇടയിൽ നടന്നിട്ടുണ്ടാവാം. അത് കാണിക്കില്ല. ഇത് മാത്രം കാണുമ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ പോകും എന്നുള്ളതാണ് ആളുകളുടെ ധാരണ. അങ്ങനെയല്ല യഥാർത്ഥത്തിൽ. നമ്മുടെ ബ്രെയിനിനെ ഒരു കൺഫ്യൂസ് സ്റ്റേറ്റിലേക്ക് കൊണ്ടുപോവുകയാണ്, മറ്റൊരാളുടെ കൺട്രോളിലേക്ക് കുറച്ച് സമയത്തേക്ക് ആക്കുകയാണ് ചെയ്യുന്നത്. ആ സമയത്ത് നമ്മൾ കൊടുക്കുന്ന സജഷൻ സ്വീകരിക്കുന്ന ആളാണെങ്കിൽ അയാളെ കൊണ്ട് ഇത്തരത്തിലുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ സാധിക്കും. തുടക്ക കാലഘട്ടങ്ങളിലൊക്കെ ഇത് വിദേശങ്ങളിൽ ഇത് ചെയ്തിരുന്നതാണ്, ഹിപ്നോട്ടിസം ഷോ തന്നെ ചെയ്തിരുന്നതാണ്.
ഇതിലും പല ട്രിക്കുകൾ ഉപയോഗിക്കും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ആളുകളെ ആ ഒരു ട്രാൻസിലേക്ക് കൊണ്ടുപോകാൻ എളുപ്പത്തിന് വേണ്ടി മുൻകാലങ്ങളിൽ ഞാൻ കണ്ടിട്ടുണ്ട് അത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അവരുടെ ആളുകളെ തന്നെ കുറച്ച് പേരെ സ്റ്റേജിൽ കയറ്റും. ആദ്യം ഇവരെ ആയിരിക്കും നമ്മൾ സ്ലീപ്പിലേക്ക് കൊണ്ടുപോകുന്നത്. അപ്പോൾ അവൻ പോയല്ലോ എന്നാൽ പിന്നെ ഞാനും പോകണമല്ലോ എന്നുള്ളൊരു ചിന്ത വരും. അപ്പം പെട്ടെന്ന് നടക്കും ഇത്. അങ്ങനെയൊക്കെ ചെയ്യുന്ന ആളുകളുണ്ട്. പക്ഷെ ചെയ്യാൻ സാധിക്കുന്ന കേട്ടോ. നിങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ ഇപ്പോൾ ലാംഗ്വേജ് മറന്നു പോകുന്നതും പേര് മറന്നു പോകുന്നതും എല്ലാം ചെയ്യാൻ സാധിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്. ഓക്കെ. ഇപ്പൊ നമ്മൾ മൈൻഡിൽ എന്ത് വിചാരിച്ചാലും അത് ഹിപ്നോട്ടിസം ചെയ്യാതെ തന്നെ പറയുന്ന ആളുകളെ ഞാൻ കണ്ടിട്ടുണ്ട്. ഇപ്പൊ മനസ്സിലൊരു പേര് വിചാരിക്കുക, അത് ഒന്നെങ്കിൽ നിങ്ങളുടെ ക്രഷ് ആവാം, അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്ത ഫ്രണ്ട് എന്ന്. അതും ഈ വീഡിയോയിൽ കണ്ടതല്ലേ? അതെ, വീഡിയോയിൽ കണ്ടതല്ലേ? അതെ അതെ. പറഞ്ഞോളൂ. അല്ല പക്ഷേ അല്ല, അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. നമ്മൾ അങ്ങോട്ടൊരു ഇൻപുട്ട് കൊടുക്കാതെ നമുക്ക് ഒന്നും അങ്ങനെ പറയാൻ സാധിക്കില്ല. അതിന്റെ മുൻപ് കുറച്ച് കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ടാവാം. ഞാനും ഒന്ന് എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട്. അതാ ഞാൻ ചോദിച്ചത്. കാരണം എന്നോട് ഇങ്ങനെ ചോദിക്കുകയാണ്, പിന്നെ ഒരു ഇത് വിചാരിക്കും, ക്രഷിന്റെ ഇത് വിചാരിക്കുന്നു പറഞ്ഞു. അല്ല, മുമ്പ് ഉണ്ടായിരുന്ന. അപ്പം ഞാൻ ഓക്കെ, ഞാൻ വിചാരിക്കാന്ന് പറഞ്ഞു. അപ്പം ആരെ വിചാരിച്ചത്? അപ്പം ഞാൻ പറഞ്ഞ കറക്റ്റ് ആൾ എഴുതി ഒരു കാർഡിൽ എഴുതി തന്നു. അപ്പം അത് മാത്രമല്ല, പിന്നെ ഞാൻ ശ്രദ്ധിച്ച വേറൊരു കേസ്, ഈ നമ്മൾ പച്ചവെള്ളം എടുത്തിട്ട് മറ്റേ നമുക്ക് ഇഷ്ടപ്പെട്ട ഡ്രിങ്ക് ആക്കുക. ഇപ്പം ഞാൻ വിചാരിക്കുകയാണ് ഇതിപ്പോൾ എനിക്കൊരു പെപ്സി ആയിട്ട് കിട്ടണം എന്ന് പറഞ്ഞാൽ ഒറ്റയടിക്ക് അത് പെപ്സി ആവാണ്. ആൾക്ക് ഇവിടുന്ന് പെപ്സി എടുക്കാനുള്ള ഓപ്ഷൻ ഇല്ല. അതെങ്ങനെയാണ് വരുന്നത്? ശരി, അപ്പൊ ട്രിക്ക് പറഞ്ഞു തന്നെ. അല്ല, അതൊക്കെ പോസിബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്, ട്രിക്സ് ആണ്. അതെല്ലാം നമ്മളും ചെയ്യുന്ന കാര്യങ്ങൾ തന്നെയാണ്. അത് ട്രിക്സ് ആണ്. നമ്മുടെ ട്രിക്സ് മാനിയ എന്ന് പറയുന്ന എൻ്റെ സ്റ്റേജ് ഷോ കാണാൻ വന്നു കഴിഞ്ഞാൽ ഈ പറഞ്ഞ ഈ പെപ്സി ആകുന്നല്ല, മറ്റേ പറഞ്ഞ പേര് പറയുന്ന കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് അതിൽ കാണാൻ സാധിക്കും. അത്തരത്തിലുള്ള ഒരുപാട് എഫക്റ്റുകൾ കാണാൻ സാധിക്കും ലൈവ് ഷോയിൽ. അതിപ്പോ അതെങ്ങനെയാണെന്ന് പറഞ്ഞാൽ പിന്നെ ട്രിക്ക് റിവീൽ ആയില്ലേ? പക്ഷെ ഇത് ഞാൻ എപ്പോഴും പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ കൊച്ചുകുട്ടികൾക്ക് വേണ്ടി ഒരു ചാനലിൽ കുറച്ച് നാൾ മുമ്പ് ഈ സിമ്പിളായിട്ടുള്ള ഈ കാർഡ്സും കോയിനും ഒക്കെ വെച്ചിട്ടുള്ള മാജിക്കിന്റെ ട്രിക്കുകൾ പറഞ്ഞു കൊടുക്കുമായിരുന്നു. വളരെ സിമ്പിളായിട്ട്, പ്രൊഫഷണൽസ് ചെയ്യുന്നതൊന്നുമല്ല, കുട്ടികൾക്ക് വേണ്ടി ഞാൻ തന്നെ ക്രിയേറ്റ് ചെയ്ത കുറച്ച് കാര്യങ്ങളൊക്കെ, കാർഡ്സ് ഒക്കെ വെച്ചിട്ടുള്ളത്. അന്ന് തന്നെ കുറേ വിമർശനങ്ങൾ ഉണ്ടായിരുന്നു. സോഷ്യൽ മീഡിയയിൽ ഇത്രയധികം റിവീൽ ആയതാണെങ്കിൽ പോലും അന്നും കുറേ മജീഷ്യൻ. പിന്നെ നമ്മൾ വേണ്ടാന്ന് വെച്ചു അത്. പിന്നെ ഈ ട്രിക്സ് എന്ന് പറയുന്ന എൻ്റെ ചാനലിൽ 350 മിറാക്കിൾ ബസ്റ്റിംഗ് നമ്മൾ നടത്തിയിട്ടുണ്ട്. അതിൽ പല മാജിക്കുകളും നമുക്ക് റിവീൽ ചെയ്യേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. അതല്ലാതെ ആളുകൾക്ക് മനസ്സിലാവില്ല എന്നുള്ള രീതിയിൽ അപ്പോഴും ഒരുപാട് വിമർശനങ്ങൾ വന്നു മജീഷ്യൻസിൻ്റെ ഭാഗത്തുനിന്നും ഈ പ്രൊഫഷണൽസിൻ്റെ ഭാഗത്തുനിന്നും. അത് ചെയ്യരുത്, ഓക്കെ, ജനങ്ങളെ ബോധ്യപ്പെടുത്തണോ എന്നുണ്ടെങ്കിൽ അത് പറഞ്ഞാൽ മതി, അത് കാണിക്കണ്ട എന്നൊക്കെ പറഞ്ഞ് വലിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അതിൽ ഞാൻ എതിരാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആരെങ്കിലും തെറ്റായ രീതിയിൽ, ഇപ്പം നിങ്ങൾ ഈ പറഞ്ഞ എഫക്റ്റുകൾ ആരെങ്കിലും തെറ്റായ രീതിയിൽ പ്രചരിപ്പിക്കുന്നുണ്ടെങ്കിൽ എൻ്റെ ഒരു സിദ്ധി കൊണ്ടാണത് എന്നൊരു ക്ലെയിം അവർ പറയുകയാണെങ്കിൽ ഞാനിത് റിവീൽ ചെയ്യും. അപ്പോൾ ഞാൻ സമൂഹത്തിൻ്റെ ഒപ്പം നിൽക്കുള്ളൂ. അപ്പോൾ ഞാനിതിൻ്റെ ട്രിക്ക് കൃത്യമായിട്ട് പറഞ്ഞുതരും, ഇങ്ങനെയാണിത് ചെയ്യുന്നത്. അപ്പോൾ ഒരു ട്രിക്ക് റിവീലായി അല്ലെങ്കിൽ 10 ട്രിക്ക് റിവീലായി നമ്മൾ നോക്കൂല. അപ്പോൾ നമുക്ക് പുതിയ ട്രിക്കുകൾ എന്തെങ്കിലും വരും, അല്ലെങ്കിൽ നമുക്ക് കണ്ടെത്താം പുതിയ ട്രിക്കുകൾ എന്നേ നമ്മൾ ചിന്തിക്കുള്ളൂ. അങ്ങനെയാണെങ്കിൽ ഈ പറഞ്ഞ ട്രിക്കുകളൊക്കെ നമ്മൾ റിവീൽ ചെയ്യും. അതല്ലാത്തടത്തോളം കാലം അതൊരു എന്റർടൈൻമെന്റ്, ഒരു കല എന്നുള്ള രീതിയിൽ നിന്നോട്ടെ. പക്ഷേ ട്രിക്കാണ്, അത് ചെയ്യാൻ സാധിക്കുന്നതാണ്. അത് അറിഞ്ഞു കഴിഞ്ഞാൽ അത് നിങ്ങളും പ്രാക്ടീസ് ചെയ്യാൻ തയ്യാറാണെങ്കിൽ നിങ്ങൾക്കും ചെയ്യാൻ സാധിക്കുന്ന കാര്യം തന്നെയാണ്. അത്രയും പറയാൻ പറ്റുള്ളൂ. അപ്പം എല്ലാവർക്കും മൈൻഡ് കോൺസെൻട്രേറ്റ് ചെയ്യാനുള്ള ഒരു പവർ ഉണ്ടെങ്കിൽ ചെയ്യാൻ പറ്റുന്ന ഒന്ന് തന്നെയാണ് മെന്റലിസം. ഇത് വിചാരിച്ച് ഇനിയിപ്പോൾ എല്ലാവരും മെന്റലിസം ട്രൈ ചെയ്യേണ്ട, എല്ലാവർക്കും പറ്റിയെന്നും വരില്ല. അല്ല, ബുദ്ധിമുട്ടുണ്ട്, നമ്മൾ അതിനു വേണ്ടി മെനക്കെട്ടി ഇരിക്കേണ്ടതായിട്ട് വരും. ഓക്കെ. ഇപ്പം മെന്റലിസം മാറ്റി വെക്കാന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ കേൾക്കുന്ന ഒരു കാര്യമാണ് നെഗറ്റീവ് എനർജി, അവിടെ പ്രേതമുണ്ട്, അല്ലെങ്കിൽ രാത്രി ഒറ്റയ്ക്ക് നടക്കുമ്പോൾ നമുക്ക് ആരോ അങ്ങോട്ട് പോകുന്ന പോലെ തോന്നുന്നു, ഇങ്ങോട്ട് പോകുന്ന പോലെ തോന്നുന്നു. അത് ശരിക്കും ഉള്ളൊരു കോൺസെപ്റ്റ് തന്നെയാണോ? ഈ ഗോസ്റ്റ് റിലേറ്റ് ചെയ്തിട്ട് ഏറ്റവും കൂടുതൽ ട്രിക്സ് ചാനലിൽ ഞാൻ വീഡിയോ ചെയ്തിരിക്കുന്നത് ഗോസ്റ്റ് റിലേറ്റ് ചെയ്തിട്ടാണ്. CCTVയിൽ പതിഞ്ഞ പ്രേതം, ഹൈവേയിൽ പ്രേതം, ഗോസ്റ്റ് ഹണ്ടേഴ്സ്, അല്ലെങ്കിൽ പ്രേതത്തോട് സംസാരിക്കുന്നു, നമ്മൾ ചോദിക്കുന്ന കാര്യങ്ങൾക്ക് അവർ റിപ്ലൈ തരുന്നു. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ആണ് കൂടുതലും എപ്പിസോഡുകളിൽ, ഈ സാമ്യമുള്ള കണ്ടന്റുകളിൽ കൂടുതൽ ചെയ്തിരിക്കുന്ന ഗോസ്റ്റ് റിലേറ്റ് ചെയ്തിട്ടാണ്. ഞാൻ അന്നും ഇന്നും ഒക്കെ പറയുന്നൊരു കാര്യം, ഈ നിമിഷം, ഇന്ന് ഞാനിവിടെ ഇരുന്ന് ഇൻ്റർവ്യൂ എടുക്കുന്ന ഈ സമയം വരെ നമ്മൾ സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിക്കുന്ന ഗോസ്റ്റ് റിലേറ്റ് ചെയ്തിട്ടുള്ള എല്ലാ വീഡിയോകളും ഫേക്കാണ്. എല്ലാ വീഡിയോകളും 100% വ്യാജമാണ്. ഈ ഒരു കാലത്ത് യൂട്യൂബിൽ നല്ല റവന്യൂ കിട്ടിക്കൊണ്ടിരുന്ന ഒരു സമയം ഉണ്ടായിരുന്നു. ഇന്നിപ്പോൾ അങ്ങനെയൊന്നുമില്ല. ഇന്നിപ്പോൾ ഫുൾ ലെങ്ത് വീഡിയോ ആരും കാണുന്നില്ല, റീൽസ് മാത്രമേ ഉള്ളൂ. ആ സമയത്ത് നമ്മൾ ഗൂഗിളിൽ നമ്മൾ സെർച്ച് ചെയ്താൽ തന്നെ നമുക്ക് പറഞ്ഞു തരും, നിങ്ങൾ സൂപ്പർ നാച്ചുറൽ ഗോസ്റ്റ് റിലേറ്റ് ചെയ്തിട്ടുള്ള വീഡിയോകൾ ചെയ്താലാണ് ഏറ്റവും കൂടുതൽ വ്യൂസ് കിട്ടുള്ളൂ. കാരണം ഏറ്റവും കൂടുതൽ സെർച്ചിൽ വരുന്നത്, ആളുകൾ സെർച്ച് ചെയ്യുന്നത്, ലോകത്തിൻ്റെ എല്ലാ കോണിൽ നിന്നും സെർച്ച് ചെയ്യുന്നത് ഇങ്ങനെയുള്ള കണ്ടന്റുകളാണ്. അപ്പോൾ ഇവർ പല രീതിയിലുള്ള കണ്ടന്റുകൾ ക്രിയേറ്റ് ചെയ്യും. CCTVയിൽ വരുന്നതായിട്ട് ഗ്രാഫിക്സ് ഉപയോഗിച്ചും അല്ലാതെയൊക്കെ ആയിട്ട് ഒരുപാട് ഞാൻ റിവീൽ ചെയ്തിട്ടുണ്ട്. എത്രയോ വീഡിയോകൾ, ഒരു എപ്പിസോഡിൽ തന്നെ 10 വീഡിയോകൾ വരെയൊക്കെ, അതായത് 10 ഗോസ്റ്റ് റിലേറ്റ് ചെയ്തിട്ടുള്ള വീഡിയോകൾ റിവീൽ ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ ഗോസ്റ്റിനോട് സംസാരിക്കുക എന്നുള്ളത്, ഇപ്പോൾ ഒരു ഉദാഹരണം പറയാം. ഇപ്പോൾ ഗോസ്റ്റിൻ്റെ അടുത്ത് സംസാരിക്കുകയാണ്,
പലരും ക്ലെയിം ഇപ്പം ഈ അടുത്ത് കണ്ടു ഞാൻ ഒരു 3 ദിവസം മുമ്പ് കണ്ടു ഒരു സ്ത്രീ എന്ന് പറയുന്നുണ്ട് ഞാൻ സംസാരിച്ചു അപ്പോൾ ഏത് ലാംഗ്വേജിൽ മലയാളത്തിൽ തന്നെയാണ് ഞാൻ അങ്ങനെയൊക്കെ പറയുന്നുണ്ട് അവർ എന്നിട്ട് അതിന് എനിക്ക് റിപ്ലൈ തന്നു എന്നൊക്കെ പറഞ്ഞ് അവർ അവകാശവാദം ഉന്നയിക്കുക പലരും അത്തരത്തിലുള്ള അവകാശവാദം ഉന്നയിക്കുന്നുണ്ട് ആദ്യം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഒരു ലാംഗ്വേജ് സംസാരിക്കുക എന്ന് വെച്ചാൽ അത്രയധികം കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു കാര്യമാണ് നമ്മളൊരു ലാംഗ്വേജ് സംസാരിക്കണമെന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ട് നമുക്ക് ബ്രെയിൻ വേണം കാരണം ഈ ലാംഗ്വേജിനെ പറ്റിയുള്ള വിവരങ്ങൾ മലയാള ഭാഷയെ പറ്റി ഞാനിപ്പോൾ സംസാരിക്കുമ്പോൾ ഇതിനെ പറ്റിയുള്ള വിവരങ്ങൾ ഇരിക്കുന്നത് ബ്രെയിനിലാണ് ഇനി ബ്രെയിൻ മാത്രം ഉണ്ടായിട്ട് കാര്യമുണ്ടോ ഇത് ഞാൻ പുറത്തോട്ട് വിടണമെന്നുണ്ടെങ്കിൽ എനിക്ക് വോക്കൽ കോഡ് വേണം എങ്കിൽ മാത്രമേ അടുത്ത് പോവുള്ളൂ ഞാൻ പറയുന്ന പോയിന്റ് മനസ്സിലാവുന്നുണ്ടല്ലോ ഇത് വളരെ ഞാൻ പറഞ്ഞില്ല വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഇനി കേൾവി എന്ന് പറയുന്നത് ഇതിലും കോംപ്ലക്സ് ആണ് അതൊക്കെ പറയാൻ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ മെഗാ പരമ്പര പോലെ അവതരിപ്പിക്കേണ്ടതായിട്ട് വരും കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞത് ഇപ്പം ഞാൻ ഇവിടെ ഇരുന്നിട്ട് ചൈനീസിലാണ് സംസാരിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവോ ചൈനീസ് ഭാഷ അറിയോ എനിക്ക് ചൈനീസ് അറിയില്ല കേട്ടോ എന്നാലും ഞാൻ പറയാം ചൈനീസ് എന്തോ കലവില ശബ്ദം ഉണ്ടാക്കുന്നു എന്നല്ല കാരണം എന്താ നിങ്ങളുടെ ബ്രെയിനിൽ ചൈനീസ് ഭാഷയുമായി ബന്ധപ്പെട്ട യാതൊരു വിവരവും നിങ്ങളുടെ ബ്രെയിനിൽ ഇല്ല ശരിയല്ലേ ഞാൻ പറഞ്ഞത് അപ്പോൾ നമ്മുടെ ബ്രെയിനിൽ ഒരു സ്റ്റോർ ചെയ്യാനുള്ള ഇത് വേണം അപ്പം നമ്മൾ ചോദിക്കുന്ന ചോദ്യം ഗോസ്റ്റ് കേൾക്കണമെങ്കിൽ ഞാൻ പറഞ്ഞു വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള കാര്യമാണ് കേൾക്കണം ആ ലാംഗ്വേജ് ബ്രെയിനിൽ വേണം ആ ബ്രെയിൻ പ്രോസസ്സ് ചെയ്തിട്ട് ഇന്നതാണ് അയാൾ ചോദിച്ചത് എന്ന് മനസ്സിലാക്കണം തിരിച്ചു പറയണമെന്നുണ്ടെങ്കിൽ അപ്പോഴും ബ്രെയിനിൽ ഇതേപ്പറ്റി മറുപടി പറയാനുള്ള അറിവ് ബ്രെയിനിൽ വേണം വോക്കൽ കോഡ് വേണം നമ്മുടെ ശബ്ദം ഇത് വളരെ ഞാൻ പറഞ്ഞു കോംപ്ലക്സ് ആയിട്ടുള്ള കാര്യമാണ് ഞാൻ വളരെ ലൈറ്റായിട്ടേ പറയുന്നുള്ളൂ കാരണം ഇൻ്റർവ്യൂവിൽ അത്രേ പറയാനേ നമുക്ക് നിർവാഹമുള്ളൂ അപ്പോൾ ഇതൊന്നുമില്ലാത്ത ഒരു ശരീരമില്ലാത്ത ബ്രെയിൻ ഇല്ലാത്ത ഒരവസ്ഥയെയാണ് ഈ ആത്മാവ് എന്ന് പറയുന്നത് അപ്പോൾ പിന്നെ നമ്മൾ പറയുന്നത് എങ്ങനെ കേൾക്കും എങ്ങനെ മറുപടി തരും ചിന്തിച്ചാൽ പോരെ പക്ഷെ അതുപോലും ചിന്തിക്കാനുള്ള ഇത് ആളുകൾക്കില്ല കാരണം എന്താ ചെറിയ പ്രായത്തിൽ അതിനൊരു റീസണും കൂടി ഉണ്ട് കേട്ടോ നമ്മൾ ചെറിയ പ്രായത്തിൽ കുട്ടികളുടെ ബ്രെയിൻ എന്ന് പറയുന്നത് വളരെ ഫ്രഷ് ആയിട്ടുള്ള ബ്രെയിനാണ് ഈ ബ്രെയിനിലേക്ക് കുത്തി നിറക്കപ്പെടുന്ന ആശയങ്ങൾ അവനിനി എത്ര വിദ്യാഭ്യാസം നേടിയാലും എത്ര ഉന്നത പദവിയിൽ എത്തിയാലും ഇത് പോവില്ല അത് ഇപ്പം ഞാനിപ്പോൾ ഇത് പറയുമ്പോൾ ഇത് നിങ്ങളിപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഇട്ടാൽ എനിക്കെതിരെ ഇപ്പോൾ അസഭ്യ കമൻറ്റുകളായിരിക്കും അടിയിൽ വരാൻ പോകുന്നത് ഷുവറാണ് എനിക്കറിയാം കാരണം എന്താ അവർ ചെറിയ പ്രായത്തിൽ കേട്ടിരിക്കുന്നത് അവരുടെ ബ്രെയിനിൽ നിന്ന് പോകാൻ ബുദ്ധിമുട്ടാണത് അത് നമ്മൾ അവരെ കുറ്റം പറഞ്ഞിട്ടൊന്നും കാര്യമില്ല ഇപ്പോൾ ഒരു കുട്ടിയെ നമ്മൾ ഭക്ഷണം കൊടുക്കുമ്പോൾ ഭക്ഷണം കഴിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ പറയും ദേ ഭൂതം വരുന്നുണ്ട് ഇരുട്ടിലേക്ക് കാണിച്ചിട്ട് ദേ പ്രേതം വരുന്നുണ്ട് അപ്പോൾ ഇവൻ്റെ ബ്രെയിനിൽ അത് കയറി അത് ശരിക്കും അവൻ്റെ ബ്രെയിനിലുണ്ട് അതല്ലെങ്കിൽ അത്തരത്തിലുള്ള ഭയപ്പെടുത്തലുകൾ അല്ലെങ്കിൽ ഒറ്റയ്ക്ക് ആകുമ്പോൾ ഇരുട്ടത്ത് ഉള്ള ഭയപ്പെടുത്തലുകളുണ്ടല്ലോ പലതരത്തിലുള്ള പേടിപ്പെടുത്തലുകൾ അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു രൂപം സീരിയലിലൂടെയും കഥകളിലൂടെയും സിനിമകളിലൂടെയും കണ്ടിട്ടുള്ള രൂപത്തിനെ തന്നെ കണ്ടിട്ടുള്ളൂ എന്ന് പറയുള്ളൂ വെള്ളസാരി എടുത്തോ അല്ലെങ്കിൽ എന്തെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മളൊന്ന് ഒരു യുക്തിപൂർവ്വം ചിന്തിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ രാത്രി നമ്മൾ ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത് ഒരു ശബ്ദം കേട്ടു പുറത്ത് ഇത്തരം ചിന്താഗതിയുള്ള ഇത്തരത്തിൽ ബ്രെയിനിൽ കയറിയിരിക്കുന്ന കുട്ടികൾ എത്ര വലുതായാലും അവൻ്റെ ആദ്യം പോകുന്നത് പ്രേതം ഭൂതം ഇതാണ് ആദ്യം പോകുള്ളൂ ശരിയല്ലേ ഞാൻ പറഞ്ഞത് എന്നാൽ നമ്മളൊന്ന് ആ കിടന്ന കിടപ്പിൽ തന്നെ ഇരുന്നിട്ട് എന്തായിരിക്കും ആ ശബ്ദം കേൾക്കാനുള്ള കാരണം എന്നൊന്ന് നമ്മളൊന്ന് ശരിക്കും ഒന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ ഒരു പക്ഷേ നമുക്ക് ഉത്തരം കിട്ടും അതല്ലെങ്കിൽ നമ്മൾ ആ ശബ്ദം കേട്ട സ്ഥലത്ത് അന്വേഷിച്ചു കൊണ്ടിരും ഇന്നത്തെ കാലഘട്ടത്തിൽ അതും നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റില്ല കാരണം ഇന്നിപ്പോൾ കള്ളന്മാരോ ആരെങ്കിലൊക്കെ വന്നിട്ട് പല രീതിയിലായിരിക്കും അപ്പം ഇനി ഞാൻ പറഞ്ഞെന്നും പറഞ്ഞിട്ട് ശബ്ദം കേട്ട് എന്നാൽ നോക്കട്ടെ എന്ന് അതിലോർക്കുമ്പോഴായിരിക്കും ഇടി കിട്ടുന്നത് അല്ലെങ്കിൽ മോഷണ ശ്രമം നടക്കുന്നത് അപ്പോൾ അതുകൊണ്ട് അത് പറഞ്ഞു കൊടുക്കാൻ പറ്റില്ല പക്ഷെ നമ്മളൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഒന്ന് ഒബ്സർവ് ചെയ്ത് കഴിഞ്ഞാൽ കൃത്യമായ കാര്യം നമുക്ക് കിട്ടും ഗോസ്റ്റ് റിലേറ്റ് ചെയ്തിട്ട് ഒരുപാട് വീടുകളിൽ ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞിട്ട് നമ്മൾ പോയിട്ടുണ്ട് പല വീടുകളിലും വാട്ടർ ഹാമറിംഗ് എന്ന് പറയുന്നൊരു പ്രതിഭാസമാണ് ഈ ഗോസ്റ്റായി മാറിയത് കാരണം ഈ നമ്മൾ പൈപ്പ് കണക്ഷൻ പോകുന്ന സമയത്ത് ഈ PVC പൈപ്പ് നമ്മൾ ഈ വെള്ളം പോകുന്ന പൈപ്പ് ഉണ്ടല്ലോ അത് ഈ ചുമരിൻ്റെ ഉള്ളിലൂടെ ആയിരിക്കും പോകുന്നത് ഇത് വാട്ടർ പ്രഷർ ചില സമയത്ത് പ്രോബ്ലങ്ങൾ സംഭവിക്കുമ്പോൾ ഈ എൽബോകളിൽ വന്നിട്ട് ഇത് ഇടിച്ചിട്ട് ശബ്ദം ഉണ്ടാകും അപ്പോൾ ചില സമയത്ത് വൈബ്രേഷൻ ആയിരിക്കും ചില സമയത്ത് ഒരാൾ നടക്കുന്ന ശബ്ദമായിരിക്കും ചിലപ്പോൾ മുകളിൽ ഇങ്ങനെ ഒരാൾ ടക്ക് 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 എന്നുള്ള ശബ്ദമായിരിക്കും കാൽപ്പാടിൻ്റെ കാലടിയുടെ ശബ്ദമായിരിക്കും അല്ലെങ്കിൽ മൊത്തത്തിലൊരു വൈബ്രേഷൻ ആയിരിക്കും അവ്യക്തം എന്താണെന്ന് വിശദീകരിക്കാൻ നമുക്ക് പറ്റില്ല നമുക്കറിയില്ല പല സ്ഥലങ്ങളിലും ഇതാണ് ഗോസ്റ്റ് ആയിട്ട് പറയുന്നത് പഴയ വീടുകളിലൊക്കെ നമ്മൾ പോയിട്ടുള്ള എല്ലാ സ്ഥലങ്ങളിലും ഇതാണ് ഈ വെള്ളത്തിൻ്റെ ഈ പ്രഷറാണ് ഈ ഗോസ്റ്റ് റിലേറ്റ് ചെയ്തിട്ടുള്ള ശബ്ദം ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ ഇത്തരത്തിൽ നമ്മളൊന്ന് യുക്തിപൂർവ്വം അല്ലെങ്കിൽ ചിന്തിച്ച് അന്വേഷിച്ചിറങ്ങിക്കഴിഞ്ഞാൽ അതിനുള്ള ആൻസർ കിട്ടും ഇനി ഒരു ഉദാഹരണം കൂടെ പറയാം സമയമുണ്ടല്ലോ അല്ലേ ഈ ക്ലബ് ഹൗസ് വന്ന സമയത്ത് മിക്കവാറും ചർച്ചകൾക്ക് എന്നെ വിളിക്കും ഈ ഗോസ്റ്റ് റിലേറ്റഡുള്ള ചർച്ചകൾ തന്നെയാണ് ക്ലബ് ഹൗസിൽ ആ സമയത്ത് പിന്നെ പണിയില്ലാതിരിക്കുന്നതുകൊണ്ടും വെറുതെ ഇരുന്ന് ഇതിന് ചർച്ച രാവിലെ മുതൽ വൈകുന്നേരം വരെ ചർച്ച ഇപ്പോൾ ക്ലബ് ഹൗസ് കേൾക്കാനേ ഇല്ല കാണാനില്ല അപ്പോൾ അന്ന് ഇതേ രീതിയിൽ ഒരു ചർച്ച നടത്തിക്കൊണ്ടിരുന്ന സമയത്ത് ഒരാൾ വന്നിട്ട് എൻ്റെ അടുത്ത് പറയാണ് ഞാൻ ബോംബെയിൽ ജോലി ചെയ്യുന്ന സമയത്ത് കട അടച്ചു പോകുന്ന സമയത്ത് ഒരു വെള്ള സാരി ഉടുത്ത ഒരു സ്ത്രീയുടെ രൂപം അന്തരീക്ഷത്തിൽ നിൽക്കുന്നത് കണ്ടു എന്ന് പറയും ഞാനതിൻ്റെ പോസിബിലിറ്റീസ് പലതും പറഞ്ഞു കൊടുത്തു നിങ്ങളുടെ ബ്രെയിനിൽ അങ്ങനെ ഒന്നും സമ്മതിക്കുന്നില്ല ഞാൻ കണ്ടു
നേരിട്ട് കണ്ടു എന്നാണ് ഇങ്ങനെ കുറച്ച് അനുഭവങ്ങൾ ഞാനും കേട്ടിട്ടുണ്ട്, ചോദിക്കാൻ വരും. അങ്ങനെ കണ്ടു എന്നാണ് പറയുന്നത്. അപ്പൊ അതിനൊരു ഉദാഹരണം അന്ന് പറഞ്ഞു ഞാൻ. അത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോർട്ട് കൊച്ചി ബീച്ചിൽ എൻ്റെ സുഹൃത്തുക്കളാണ്, അതും സുഹൃത്തുക്കൾ പറഞ്ഞിട്ടുള്ള ഒരു അറിവ് തന്നെയാണ് എനിക്ക്. ഫോർട്ട് കൊച്ചി ബീച്ചിൽ അവർ ന്യൂ ഇയറുമായി ബന്ധപ്പെട്ട് അവരിയ്ക്കുന്ന സമയത്ത് ദൂരെ ഈ മറ്റേ തിര വന്ന് ഇങ്ങനെ തീരം കയ്യേറാതിരിക്കാനായിട്ട് കല്ലുകൾ ഇട്ടുണ്ടാവുമല്ലോ, അറിയാലോ അതിങ്ങനെ കല്ലുകൾ ഉണ്ടാവും. അപ്പം ആ ഭാഗത്ത് ഒരു വൈറ്റ് ഫ്രോക്ക് ധരിച്ചിട്ടുള്ള ഒരു സ്ത്രീ നിൽക്കുന്നത് കാണാണ്. ഒരാളല്ല കണ്ടത്, അവിടെ ഇരുന്ന് ഒരുപാട് ആളുകൾ കണ്ടു. അവിടെ കുറച്ച് കന്യാസ്ത്രീകൾ ഇരിക്കുന്നുണ്ടായിരുന്നു. അവർ പെട്ടെന്ന് തന്നെ കൊന്തയൊക്കെ എടുത്ത് ഇങ്ങനെ ചൊല്ലി, അത് അവൻ കൃത്യമായിട്ട് പറഞ്ഞാണ്. അത് അവർ ഭയന്നിട്ട് അവർ പോയി എന്ന് പറഞ്ഞു. അതായത് പ്രത്യക്ഷപ്പെടും പിന്നെ അപ്രത്യക്ഷമാവും. ഇത് ഇവർ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് പേര് അവിടെ ഇരുന്നിട്ട്, അതായത് ഈ കാർണിവൽ നടക്കുന്ന വേറൊരു ഏരിയയിലാണ്, ഈ ന്യൂ ഇയറിന്റെ പരിപാടി നടക്കുന്ന വേറെ, ഇത് മാറിയിരിക്കുന്ന ഒരു സ്ഥലത്താണെന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇവര് മദ്യപിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവരൊരു 4-5 പേരുള്ളത് കൊണ്ടും ആ ഒരു ധൈര്യത്തിൽ അന്നാ പിന്നെ ഇത് എന്താന്ന് നോക്കാം, പേടിയുണ്ട് എന്നാലും ഇത് ഇത്ര ആളുകളുള്ളതുകൊണ്ട് നോക്കാം. ബാക്കിയുള്ള ആളുകളൊക്കെ അവിടെ നിന്ന് എഴുന്നേറ്റ് പോയി. അങ്ങനെ ഇവർ നടക്കുകയാണ്, ഒരുപാട് ദൂരെയാണ് കാണുന്നത്. അപ്പോൾ ഇപ്പം ഞാൻ പറയുമ്പോഴും നിങ്ങളുടെ മനസ്സിലെ ഇമാജിനേഷൻ എന്താണെന്നുള്ളതും കൂടെ ഒന്ന് നോക്കണം. അപ്പോൾ ഇവർ മദ്യപിച്ചിരിക്കുന്നതുകൊണ്ട് തന്നെ ഇവർ അന്വേഷിക്കാനായിട്ട്, അതായത് എന്താണെന്ന് പോകാൻ, സംഭവം കുറച്ച് ഭയമുണ്ട്, എന്നാലും ഇത്ര ആളുകൾ ഉള്ളത് കൊണ്ട് അവരിത് എന്താണെന്നൊന്ന് അറിയണമല്ലോ എന്ന് വിചാരിച്ചു. കുറച്ച് ദൂരെയാണ്. അപ്പോൾ ഇവർ നടക്കുകയാണ് ഇങ്ങനെ. പക്ഷെ അവിടെ ഇരുന്ന ആളുകൾ, കുറച്ച് ആളുകൾ അവിടെ ഏകദേശം ഒരു 19 പേരുടെ അടുത്തുണ്ടായെന്ന് പറഞ്ഞു. അവരെല്ലാവരും എഴുന്നേറ്റ് പോയി എന്ന് പറഞ്ഞു, പേടിച്ചിട്ട് എല്ലാവരും പോയി അവിടെ നിന്ന്. ഇവർ 4-5 പേര് മാത്രം പോവുകയാണ്. കുറച്ച് നല്ല ദൂരെയാണ്. അപ്പോൾ ഇവന് അടുത്തേക്ക് ചെല്ലുന്തോറും ഇത് തെളിഞ്ഞു വരുന്നുണ്ട്, ഇല്ലാതെ ആവുന്നുണ്ട്. അങ്ങനെ ഇവർ അവിടെ അടുത്തെത്താറായപ്പോഴാണ് ഈ ഒരു സ്ത്രീ മാത്രമല്ല, അവിടെ അടുത്ത് വേറെ കുറച്ച് ആളുകളും കൂടെ ഇരിക്കുന്നുണ്ട്. സംഭവം എന്ന് വെച്ചാൽ ഫോറിനേഴ്സാണ് അവർ ടൂറിസ്റ്റുകളായിട്ട് വന്നിരിക്കുന്നതാണ്. പക്ഷെ ഇവരൊരു എന്താ പറയുക, ഒരു ഫ്ലൂറസെന്റ് പോലത്തെ എന്തോ ഒരു വൈറ്റ് ഒരു ഡ്രസ്സാണ് അവർ ഇട്ടിരുന്നത്. ആകാശത്താണെന്നുണ്ടെങ്കിൽ നല്ല നിലാവുണ്ടായിരുന്നു എന്നാണ് പറഞ്ഞത്. അപ്പൊ ആ വെളിച്ചത്തിലാണ് ഇതിങ്ങനെ ദൂരെ ഇങ്ങനെ ഒരു വൈറ്റ് രൂപമായിട്ട് തോന്നുന്നത്. എന്നാൽ മേഘം വന്ന് ഇതിനെ മറയ്ക്കുന്ന സമയത്ത് ഈ ലൈറ്റ് പോവുകയും ഇത് ഇരുട്ടായി മാറുകയും ചെയ്യും. ഇതാണ് റിയൽ ആയിട്ട് നടന്നത്. പക്ഷെ ഒരു കാര്യം ആലോചിക്കുക, അന്ന് അവിടെ നിന്ന് എഴുന്നേറ്റ് ഓടി ഈ 50 പേരുടെ അടുത്തും ഞാൻ പോയിട്ട് ഇത് വിശദീകരിക്കാൻ പോയാൽ സമ്മതിക്കൂ? ഇല്ല, ഞങ്ങൾ നേരിട്ട് കണ്ടതാണെന്ന് പറയും. ഞങ്ങൾ നേരിട്ട് കണ്ടതാണ്, അങ്ങനെ ഒരു സ്ത്രീയുടെ രൂപം ഞങ്ങൾ കണ്ടതാണെന്ന് പറഞ്ഞാൽ അവർ തർക്കിക്കുള്ളൂ. നമുക്ക് അവരെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ സാധിക്കില്ല. അപ്പോൾ കൃത്യമായിട്ട് ഇത്തരത്തിൽ എന്തെങ്കിലും കണ്ടാൽ നമ്മളത് എന്താണ് അതിന്റെ സാധ്യത എന്ന് അന്വേഷിച്ചിറങ്ങുന്നവർക്ക് മാത്രമാണ് അതിന്റെ ഇത് കിട്ടുള്ളൂ. പിന്നെ പറഞ്ഞല്ലോ, പല ആളുകളും അങ്ങനെ കണ്ട അനുഭവം ഉണ്ട് എന്ന് പറഞ്ഞു, പ്രേതത്തിനെ കണ്ട അനുഭവം ഉണ്ടെന്ന്. സംസാരിച്ച അനുഭവം വരെ ഉണ്ടെന്ന് പറയുന്നവരുണ്ട്. ഇപ്പൊ ഞാൻ പറഞ്ഞപ്പോ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, സംസാരിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, ഇതെല്ലാം ഒരു വ്യക്തിഗതമായിട്ടുള്ള അനുഭവങ്ങളാണ്. ഒരാൾക്ക്, ഒരു വ്യക്തിക്ക് ഉണ്ടാവുന്ന അനുഭവമാണ്, അവരുടെ മനസ്സിന്റെ തോന്നലാണ്. ഇപ്പോൾ എനിക്ക് ചെറിയ പ്രായത്തിൽ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. ഞാൻ ഇതേ രീതിയിൽ റൂമിൽ കിടന്നുറങ്ങുന്ന സമയത്ത് എൻ്റെ അടുത്ത് ഇതേ രീതിയിൽ ഒരാൾ വന്ന് മരിച്ചുപോയ, എൻ്റെ വീട്ടിൽ ഫാമിലിയിൽ തന്നെ മരിച്ചുപോയ ഒരാൾ എൻ്റെ അടുത്ത് വന്ന് സംസാരിക്കുന്നതായിട്ട് ഞാൻ റിപ്ലൈ കൊടുക്കുന്നതായിട്ടും കൃത്യമായിട്ട് എനിക്ക് മനസ്സിലായത്. അത് കൃത്യമായിട്ട് ഞാൻ ആൻസർ ചെയ്യുന്നുണ്ട്. എനിക്ക് നല്ല ബോധത്തിൽ തന്നെയാണ് ഇതെല്ലാം നടക്കുന്നത്. പക്ഷെ പിന്നീട് ഞാൻ ഒരുപാട് കാലം അത് ആലോചിച്ച് അതിൻ്റെ കൃത്യമായ ഒരു ഉത്തരം എനിക്ക് കിട്ടി. ഞാനത് ആരടുത്ത് പറഞ്ഞിട്ടോ ആരും അത് വിശ്വസിക്കുന്നുണ്ടായില്ല. പക്ഷെ എൻ്റെ അനുഭവമാണത്. ഞാൻ അതിൽ തന്നെ കടിച്ചു തൂങ്ങി കിടന്നു, അല്ലെങ്കിൽ ഫൈറ്റ് ചെയ്ത് നിന്നു. ഞാൻ കണ്ടതാണ്, ഇതെന്തൊക്കെ പറഞ്ഞാലും ഒരു കാര്യമില്ല, ഇത് ഞാൻ കണ്ടതാണ്, ഞങ്ങൾ സംസാരിച്ചതാണെന്ന് തന്നെ പറഞ്ഞുകൊണ്ടിരുന്നു. പക്ഷെ കുറേ നാളുകൾക്ക് ശേഷം പിന്നെ ഞാനത് എന്തായിരിക്കും എന്നുള്ള ഒരു അന്വേഷണത്തിൽ എനിക്ക് അതിൻ്റെ ഉത്തരം കിട്ടി. കാരണം ഞാൻ അന്ന് ഉറക്കത്തിൽ സ്വപ്നം കാണുന്നത് എന്താണെന്നറിയോ? സ്വപ്നത്തിൽ ഞാൻ ആ സെയിം സ്പോട്ടിൽ കിടക്കുന്നതായിട്ടും ഞാനായിട്ടും അതേ ലൊക്കേഷനും അതേ ബാക്ക്ഗ്രൗണ്ടും എല്ലാം സ്വപ്നത്തിൽ അത് തന്നെയാണ്. അപ്പം എൻ്റെ ബ്രെയിൻ പ്രോസസ്സ് ചെയ്യുന്നത് ഇത് റിയൽ നടക്കുന്നതാണെന്നുള്ളതാണ്. ഞാൻ സ്വപ്നത്തിൽ നിന്ന് എഴുന്നേറ്റിട്ടും അത് സ്വപ്നമാണെന്ന് എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. കാരണം ഞാൻ സ്വപ്നം കാണുന്നതായിട്ടും ഞാൻ എഴുന്നേൽക്കുന്നതായിട്ടും ഒക്കെ സ്വപ്നം കാണുകയാണ്. പറഞ്ഞ പോയിന്റ് മനസ്സിലായോ? ലൊക്കേഷൻ മാറിയിട്ടില്ല, എൻ്റെ കിടപ്പ് മാറിയിട്ടില്ല. അപ്പോൾ എൻ്റെ ബ്രെയിൻ പ്രോസസ്സ് ചെയ്ത് തന്നിരിക്കുന്ന അതാണ് എനിക്ക്. പിന്നെ ഈ പറഞ്ഞ രീതിയിൽ ഞാൻ പറഞ്ഞു, നമ്മുടെ ബ്രെയിൻ ആദ്യം നമുക്ക് തരുന്ന റിസൾട്ട് ചിലപ്പോൾ ഇതായിരിക്കും. നമ്മുടെ ബ്രെയിനിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ തന്നെ കയറി കഴിഞ്ഞാൽ ഇത് തന്നെയാണ്. ഇപ്പോൾ ഓജോ ബോർഡ്, ഇപ്പോൾ ഞാൻ സ്കൂളുകളിൽ ഇപ്പോൾ ക്ലാസ് എടുക്കാനായിട്ട് കേരളത്തിൽ ഒരുപാട് സ്കൂളുകളിൽ നമ്മൾ പോകുന്നുണ്ട്. ലഹരിക്കെതിരെ ക്ലാസ് എടുക്കാൻ പോകുന്നതാണെങ്കിലും നമ്മൾ മെന്റലിസ്റ്റ് ആയതുകൊണ്ടും സൈക്കോളജി കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നതുകൊണ്ടും കുട്ടികൾ എപ്പോഴും ചോദിക്കുന്ന ഒരു സംശയമാണ് ഓജോ ബോർഡ് പിന്നെ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന്. അതിന് ഞാനൊരു ബ്രെയിൻ ടെസ്റ്റ് കൊടുക്കും അവർക്ക്. ഇഡിയോ മോട്ടോർ എഫക്റ്റ് എന്നാണ് അതിനെ പറയുന്നത്. അതായത് നമ്മുടെ ബ്രെയിൻ തന്നെ നമ്മളെ കബളിപ്പിക്കുന്ന ഒരു അവസ്ഥയാണ്. നമ്മുടെ ബ്രെയിൻ തന്നെ നമ്മളെ കബളിപ്പിക്കുന്ന ഒരു അവസ്ഥയാണ് ഇഡിയോ മോട്ടോർ എഫക്റ്റ് എന്ന് പറയുന്നത്. അതിന് വേണമെങ്കിൽ ചെറിയൊരു ബ്രെയിൻ ടെസ്റ്റ് ഞാൻ തരാം, സമയമുണ്ടെങ്കിൽ. ഓക്കെ, നമ്മൾ ജസ്റ്റ് ഒന്ന് കൈയൊന്ന് ഇങ്ങനെ പിടിച്ച്, ഈ കൈയൊന്ന് ഇങ്ങനെ പിടിച്ചിട്ട് ഞാൻ പറയുന്ന സമയത്ത് ഒന്ന് ശക്തിയായിട്ടൊന്ന് കൈയൊന്ന് കൂട്ടിയടിക്കുക. നമ്പർ 1, 2 and 3 ശക്തിയായിട്ട് അടിക്കുക. എന്നിട്ട് ഇങ്ങനെ ഒന്ന് പിടിച്ച് പ്രസ് ചെയ്ത് പിടിച്ചോളൂ നന്നായിട്ട്. അതിനുശേഷം ഈ 2 ഫിംഗറുകൾ മാത്രം ഒന്ന് ഇങ്ങനെ ഉയർത്തി പിടിച്ച് ഇങ്ങനെ ഈ ഗ്യാപ്പിൽ ഇതേ രീതിയിൽ തന്നെ. യെസ്. ഇനി അതിലേക്ക് മാത്രം നോക്കുക, വേറെ എങ്ങും നോക്കരുത്. ഈ ഫിംഗറുകളിലേക്ക് മാത്രം, ഇതിന്റെ ഗ്യാപ്പിലേക്ക് മാത്രം നോക്കുക.
ഞാൻ തരുന്ന നിർദ്ദേശം എന്താണോ ഞാൻ ഇവിടുന്ന് പറയുന്നത് അത് മനസ്സിൽ ഇമാജിനേഷനായിട്ട് കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുക. ഇപ്പോൾ നിങ്ങളുടെ ഈ 2 ഫിംഗറുകൾ സ്ട്രോങ് ആയിട്ടുള്ള ഒരു മാഗ്നറ്റായി മാറാൻ പോവുകയാണ്. സ്ട്രോങ് ആയിട്ടുള്ള മാഗ്നറ്റായി മാറാൻ പോവുകയാണ്. മാഗ്നറ്റ് സ്ട്രോങ് ആയതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഫിംഗറുകൾ ഇപ്പോൾ കൂട്ടിമുട്ടാനുള്ള ശ്രമം നടത്തും. നിങ്ങളുടെ 2 ഫിംഗറുകൾ ഇപ്പോൾ കൂട്ടിമുട്ടാനുള്ള ശ്രമം നടത്തും. പക്ഷേ അത് റെസിസ്റ്റ് ചെയ്യുക. അത് കൂട്ടിമുട്ടാതിരിക്കാനായിട്ട് മാക്സിമം ശ്രമിക്കുക. ഒരിക്കലും നിങ്ങളുടെ ഫിംഗറുകളെ കൂട്ടിമുട്ടാൻ അനുവദിക്കരുത്. മാക്സിമം റെസിസ്റ്റ് ചെയ്യുക. പക്ഷേ അത് കൂട്ടിമുട്ടാൻ ശ്രമിക്കും. കണ്ടോ, കൂട്ടിമുട്ടിക്കാൻ ശ്രമിക്കുന്നുണ്ടല്ലേ? ഓക്കെ, കൈ റിലീസ് ചെയ്തോളൂ. കൈ കൂട്ടിമുട്ടിയില്ലേ? പക്ഷെ നിങ്ങളുടെ ബ്രെയിനിൽ എന്താണ് നിങ്ങൾ കൊടുത്തത്? മുട്ടരുതെന്നല്ലേ അല്ലേ? റെസിസ്റ്റ് ചെയ്യാൻ പറഞ്ഞപ്പോഴും നിങ്ങളുടെ കൈ കൂട്ടിമുട്ടുകയല്ലേ ചെയ്ത. ഇത് ബ്രെയിൻ നിങ്ങളെ കബളിപ്പിക്കുന്നതാണ്. നിങ്ങളുടെ ബ്രെയിനിൽ നിങ്ങൾ കൊടുക്കുന്ന നിർദ്ദേശം എന്താ? ഇത് അതിനൊരു ഉദാഹരണം കാണിച്ചതാണ് കേട്ടോ. ഇഡിയോമോട്ടർ എഫക്റ്റിന് ഒരു ഉദാഹരണം എന്നുള്ള നിലയിൽ വളരെ പെട്ടെന്ന് കാണിക്കാൻ പറ്റുന്നത് ഇതായതുകൊണ്ട് ഞാൻ പറഞ്ഞു മനസ്സിലാക്കി തന്നു എന്നേ ഉള്ളൂ. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഇത്രേ ഉള്ളൂ. നിങ്ങളുടെ ബ്രെയിൻ നിങ്ങൾക്ക് എന്താണ് അത് കൂട്ടിമുട്ടരുത് എന്ന് ചിന്തിച്ചു, പക്ഷെ നിങ്ങളത് ഫിംഗർ കൂട്ടിമുട്ടി. ഇത് തന്നെയാണ് അവിടെയും സംഭവിക്കുന്നത്. അന്ധമായി ഇത്തരം കാര്യങ്ങളിൽ വിശ്വാസമുള്ള ആളുകൾ, ഞാൻ പറഞ്ഞു ചെറിയ പ്രായം മുതൽ ഇതൊക്കെ തലയിൽ കയറി ഇവിടെ പ്രേതം വരും, ഇവിടെ ഒരു അത്ഭുതം സംഭവിക്കും എന്ന് ചിന്തിക്കുന്ന അത്രയും ഹൈലി സജസ്റ്റബിൾ ആയിട്ടുള്ള ആളുകളുടെ അടുത്ത് മാത്രമാണ് ഈ സാധനമൊക്കെ വർക്ക് ചെയ്യുള്ളൂ. അവർ പോയിട്ട് ഈ ഓജോ ബോർഡിൻ്റെ അകത്ത് ഫിംഗർ വെച്ചാൽ കോയിൻ മൂവ് ചെയ്യും. അവർ തന്നെയാണ് മൂവ് ചെയ്യിക്കുന്നതെന്ന് അവരറിയാത്തൊരവസ്ഥയാണത്. ഇപ്പോൾ അതെ. അപ്പൊ ഇതില് ഞാൻ പല കുട്ടികളുടെ അടുത്തും ഇത് ചെയ്യുന്നത് എങ്ങനെയാണെന്നറിയോ? ഞാനൊരു നമ്പർ എഴുതും. അവർ പറയുന്നത് ഇവിടെ ഗോസ്റ്റ് ഉണ്ടെന്ന് തന്നെയാണ് പറയുന്നത്. ഞാനൊരു നമ്പർ എഴുതി മടക്കി ഇവിടെ വെച്ചിട്ട് അന്ന് ആ നമ്പർ ഏതാന്ന് ഗോസ്റ്റിൻ്റെ അടുത്ത് ചോദിച്ചിട്ട് പറ എന്ന് പറയും. കാരണം ഇവർക്ക് അറിയാവുന്നതിലേക്കേ ഇവർ പോവുള്ളൂ. ഇവരുടെ മൈൻഡിനെ അറിയാവുന്നതിലേക്ക് ഇവർ കൊണ്ടുപോകുള്ളൂ. പിന്നെ ഇങ്ങനെ നമ്മളൊരു ടെസ്റ്റ് കൊടുക്കുമ്പോഴും ഒരു സാധ്യതയും കൂടെ നമ്മൾ നോക്കണം. കാരണം ഒരു പക്ഷേ ഒരു കോയിൻസിഡൻസ് പോലെ ആ സെയിം നമ്പറിലേക്കും വേണമെങ്കിൽ വരാം. ഞാൻ പറയണം, ഇപ്പോൾ ഞാനൊരു നമ്പർ എഴുതി വെച്ചിട്ടുണ്ട്, അങ്ങനെ വന്നാൽ ഇവർ പിന്നെ ഉറപ്പിക്കും ഇത് ഉറപ്പാണെന്ന് പറയും. പക്ഷേ സയൻസിന് എപ്പോഴും നമ്മൾ ഒരു ടെസ്റ്റ് ചെയ്യുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ 10 തവണയായിരിക്കും ടെസ്റ്റ് ചെയ്യുന്നത്. എന്നിട്ട് അതിൽ എത്ര തവണ ശരിയായി എന്നാണ് നമ്മൾ നോക്കുന്നത്. അങ്ങനെയാണ് നമുക്ക് ഇത്തരം ടെസ്റ്റുകൾ നമുക്ക് ചെയ്യാൻ സാധിക്കുള്ളൂ. ഒരു ടെസ്റ്റിൽ ഇപ്പോൾ ഞാനിത് പറയുമ്പോൾ പല ആളുകളും പരീക്ഷിക്കും. അപ്പോൾ ഇനി അബദ്ധവശാൽ എങ്ങാനും ആ നമ്പറിലേക്ക് പോയി കഴിഞ്ഞാൽ പറയും കണ്ടോ ഇപ്പോൾ ഗോസ്റ്റ് ആണ്, പിന്നെ അവരുടെ വിശ്വാസം ഒരിക്കലും മാറ്റാൻ സാധിക്കില്ല. അപ്പോൾ അതുകൊണ്ടാണ് പറഞ്ഞത് നമ്മൾ ഒരു 5 തവണയോ 10 തവണയോ ചെയ്യുക, എത്ര തവണ റെഡിയായി എന്ന് നോക്കുക. പറഞ്ഞ പോയിന്റ് മനസ്സിലായില്ല. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരുപാട് ടെസ്റ്റുകളും പിന്നെ ഒരു ഗ്ലാസ് വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ഒരു കോയിൻ വെച്ച് അതിൻ്റെ മുകളിൽ ഫിംഗർ വെച്ചിട്ടൊക്കെയാണ് നമ്മൾ ഇത്തരത്തിൽ. അപ്പോൾ കൃത്യമായിട്ട് മനസ്സിലാവും ഇവർ തന്നെയാണ് മൂവ് ചെയ്യിക്കുന്നത്. കാരണം അടിയിലെ ഗ്ലാസ് ആണെങ്കില്ല, മുകളിലെ ഫിംഗറാണ്. മുകളിൽ എല്ലാവരും പറയുന്നത് ഒരു എക്സ്റ്റേണൽ ഫോഴ്സ് അടിയിൽ നിന്ന് വലിക്കുന്നു എന്നാണ് പറയുന്നത്. ഞങ്ങൾ വലിച്ചുകൊണ്ട് പോയി എന്ന് പറഞ്ഞത്. അങ്ങനെയല്ല, മുകളിൽ നിന്ന് ഇവരുടെ ഫിംഗർ തന്നെയാണ് പോകുന്നതെന്ന് തെളിയിക്കാനുള്ള ഒരുപാട് ടെസ്റ്റുകൾ എൻ്റെ ചാനലിൽ തന്നെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഒരുപാട് കുട്ടികളെ അതിൽ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഇപ്പോൾ അമേരിക്കയിലുള്ള, ഞാൻ പെട്ടെന്ന് പേര് മറന്നുപോയി, ഒരു ടോയ്സ് നിർമ്മാണ കമ്പനിക്കാണ് ഇതിൻ്റെ പാറ്റന്റ് ഉള്ളത്. അവർ ഒരു കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് മറ്റൊരാൾ ഇത് നിർമ്മിച്ച് ഈ ഓജോ ബോർഡ് നിർമ്മിച്ച് ഇറക്കിയതിന് ഒരു പാറ്റന്റ് കേസൊക്കെ കൊടുത്തതും വാർഷിക വിറ്റ് വരുമാനമായിട്ട് 40 കോടി രൂപ അത്രയൊക്കെയാണ് അവരുടെ ഇതിൻ്റെ മാത്രം വിറ്റ് വരുമാനം എന്നുള്ളതൊക്കെ നമുക്ക് ഇന്റർനെറ്റിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അറിയാവുന്ന വിവരങ്ങളാണ് ഇതെല്ലാം തന്നെ. അപ്പോൾ ഇതൊരു ടോയ് ആയിട്ട് ഇറക്കിയത്, ഒരു ബ്രെയിൻ ഗെയിം എന്നുള്ള രീതിയിൽ ഇറക്കിയതാണ്. പക്ഷേ അത് ഇത്തരത്തിൽ അന്ധമായ വിശ്വാസം വെച്ച് പുലർത്തുന്ന ആളുകൾ പിന്നെ അതിനെ ഗോസ്റ്റാക്കി പല രീതിയിലുള്ള കഥകളാക്കി. ഇപ്പോഴും ഞാൻ പറഞ്ഞില്ലേ, പല ആളുകളും ഇതൊക്കെ സത്യമാണെന്ന് വിശ്വസിക്കുന്ന ആളുകളുണ്ട്. അവരെ നമുക്ക് മാറ്റാൻ സാധിക്കില്ല. കാരണം ചെറിയ പ്രായത്തിൽ കയറിയിരിക്കുന്ന ആശയങ്ങളാണ്. അത് പെട്ടെന്നൊന്നും ഇറങ്ങി പോവില്ല. ഓക്കെ, ഇപ്പൊ ഈ ഗോസ്റ്റിന്റെ കാര്യം തന്നെ പറഞ്ഞപ്പോഴാണ് ഞാൻ നേരിട്ട് എക്സ്പീരിയൻസ് ചെയ്ത ഒരു കാര്യം പറയാം. ഗോസ്റ്റ് അല്ല, പക്ഷെ ഒരാളുടെ ശരീരത്തിൽ ബാധ കയറി എന്ന് പറയുന്നു. കണ്ടു കഴിഞ്ഞാൽ ഒട്ടും ആരോഗ്യമില്ലാത്ത ആളുകൾ പോലും ആ സമയത്ത് ഭയങ്കര സ്ട്രോങ് ആയിരിക്കും. ഒരു അവരെക്കാൾ 2 ഇരട്ടി വെയിറ്റുള്ള ആളെടുത്ത് പൊക്കിയറിയാനുള്ള തൻ്റെ ഉള്ള ഒരു ഇതായിരിക്കും. മാത്രമല്ല അവർക്ക് എന്തൊരു പ്രത്യേക ഒരു ശക്തികൾ പോലെ നമുക്ക് ഫീൽ ചെയ്യും. അതെന്തുകൊണ്ടാണ് അങ്ങനെ? അല്ല, അത് വിശദമായ ഒരു എപ്പിസോഡ് ഞാൻ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഈ നേപ്പാളിൽ ഒരു സ്കൂളിലെ കുട്ടികൾ ഇതേ രീതിയിൽ ഭയങ്കര അവിടെയുള്ള ഡെസ്കുകളൊക്കെ വലിച്ചെറിയുക, മറ്റേ ഗ്രൗണ്ടിലേക്ക് എടുത്ത് ചാടുക, അങ്ങനെ അത് ഹിസ്റ്റീരിയ എന്നാണ് അതിനെ പറയുന്നത്. അപ്പോൾ ഹിസ്റ്റീരിയ ബാധിച്ച കുട്ടികൾ. അപ്പോൾ അതിൽ വിശദമായിട്ട് തന്നെ നമ്മൾ ഇത് പറഞ്ഞു പോയതാണ്. പിന്നെ ഇത്തരം ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മാനസികമായിട്ടുള്ള ഒരു ബുദ്ധിമുട്ടും കൂടെയാണ്. അതിന് ഞാനിവിടെ ഇരുന്ന് ആൻസർ ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും ഇത് ഒരു തെറ്റിദ്ധരിപ്പിക്കലാവും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പലതും പറഞ്ഞു കൊടുക്കാറുണ്ടെങ്കിൽ പോലും പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്നിരുന്നിട്ട് ഇത് ആധികാരികമായി പറയാൻ അനുവാദമുള്ള ഒരാളല്ല ഞാനൊരു കലാകാരനാണ്. പിന്നെ എനിക്ക് ഇത്തരം മിറാക്കിൾ ബസ്റ്റിംഗ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങൾ പഠിക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. അങ്ങനെ അത് പഠിച്ചിട്ടുണ്ട്. കാരണം ഇത് എങ്ങനെയാണ് സിദ്ധന്മാർ ഈ ഒരാളുടെ കാര്യങ്ങൾ കൃത്യമായിട്ട് പറയുന്നത് അല്ലെങ്കിൽ പ്രവചിക്കുന്നത് എന്നുള്ള കാര്യങ്ങളും അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി നമ്മളിത് പഠിച്ചത് കൊണ്ട് പല ആളുകൾക്ക് പറഞ്ഞു കൊടുക്കുന്നു എന്നല്ലാതെ ഇത് പലരുടെയും മാനസികമായിട്ടുള്ള അവസ്ഥ, ഒരു രോഗാവസ്ഥയിലൂടെ കടന്നു പോകുന്ന ആളുകളുടെ ഒരു പ്രശ്നമാണ് ഇപ്പോൾ നിങ്ങൾ പറഞ്ഞത്. അപ്പോൾ അതിന് ഞാൻ ആൻസർ ചെയ്യാൻ ഞാൻ ആളല്ല. ആധികാരികമായി ഞാനത് പറയാൻ പാടില്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും ഞാൻ തന്നെ ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലാവും. കാരണം മെന്റലിസ്റ്റുകളുടെ അടുത്ത് പിന്നെ ആളുകൾ വന്ന് ഈ പ്രശ്നങ്ങൾ പറയാൻ തുടങ്ങും. അത് തെറ്റാണ്. മെന്റലിസ്റ്റുകളുടെ അടുത്തൊന്നും പോയിട്ട് ഒരിക്കലും നിങ്ങളുടെ മാനസിക പ്രശ്നങ്ങളൊന്നും പറയരുത്. അതിന് അനുവാദമുള്ള ആളുകളുടെ അടുത്തേ നിങ്ങൾ പറയാൻ പാടുള്ളൂ. ഓക്കെ,
ഇപ്പം ഈ ഗോസ്റ്റിന്റെ കേസ് തന്നെ എടുത്തിട്ടപ്പം നമ്മുടെ നാട്ടിൽ ഒരുപാട് സ്ഥലങ്ങളുണ്ട്. ആ ഏരിയയിൽ പോയി കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെ അനുഭവങ്ങൾ ഉണ്ടാവും എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. കുറേ പേര് ക്യാമറ എടുത്തൊക്കെ പോയിട്ട് മറ്റേ പാരാസൈക്കോളജി എന്തൊക്കെയോ ആയിട്ട് പോയിട്ടൊക്കെ എക്സ്പീരിയൻസ് ചെയ്തവരുണ്ട്. സോ ആ ഒരു കോൺസെപ്റ്റൊക്കെ അല്ല, അതിന്റെ ആൻസറാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ സോഷ്യൽ മീഡിയയിലൂടെ വരുമാനം ഉണ്ടാക്കുക, ഏറ്റവും കൂടുതൽ ആളുകൾ കാണുന്നതും ആളുകൾ ഇഷ്ടപ്പെടുന്നതും അതായതുകൊണ്ടാണ് അതിന്റെ പുറകെ പോകുന്നത്. ഞാനൊരു വെല്ലുവിളി കുറേ മുമ്പ് നടത്തിയിരുന്നു, വേണമെങ്കിൽ ഈ ചാനലിലൂടെയും ഞാൻ പറയാം. കാരണം ഇത്തരത്തിൽ ഒരു വീട്ടിൽ ഗോസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞ് വീഡിയോ ചെയ്യുന്ന ആളുകളുണ്ടല്ലോ, ഗോസ്റ്റിന്റെ ശബ്ദം കേട്ടു, നിങ്ങൾ ചോദിച്ചതിന് മറുപടി തന്നു, അവിടെ ഗോസ്റ്റിന്റെ സാന്നിധ്യം ഉണ്ടെന്ന് പറയുന്ന ആളുകൾ എന്നെ കൂടെ കൊണ്ടുപോകൂ, ഞാൻ വരാൻ തയ്യാറാണ്. ഞാൻ അന്നും പറഞ്ഞിരുന്നു, നിങ്ങൾ വിളിക്കൂ, ഞാൻ വരാം, എന്നെ കൂടെ ഒന്ന് ബോധ്യപ്പെടുത്തി തരൂ, ആ ശബ്ദം എന്നെ ഒന്ന് കേൾപ്പിക്കൂ, നിങ്ങൾ വീഡിയോ ചിത്രീകരിക്കുന്ന ആ സ്ഥലത്ത് ഞാൻ വരാം, നമുക്ക് ഒരുമിച്ച് പോയിട്ട് വീഡിയോ ഷൂട്ട് ചെയ്യാം. ഇതുവരെ ആരും തയ്യാറായിട്ടില്ല, മൈൻഡ് പോലും ചെയ്യുന്നില്ല ആരും. ഞാൻ ഇപ്പോഴും പറയുന്നു, അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ, ഇപ്പോഴും അങ്ങനെ അവകാശവാദം ഉന്നയിക്കുന്ന ഗോസ്റ്റ് കണ്ടേഴ്സ് ഉണ്ടെങ്കിൽ, നിങ്ങൾ വീഡിയോ ഷൂട്ട് ചെയ്യാൻ പോകുമ്പോൾ ഞാനും വരാൻ കൂടാ. എന്നിട്ട് നമുക്ക് നിങ്ങൾ അത് ബോധ്യപ്പെടുത്തുകയാണെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ട്രിക്സ് എന്ന് പറയുന്ന നമ്മുടെ സയൻസ് മാത്രം സംസാരിക്കുന്ന നമ്മുടെ ചാനലിൽ ഞാനത് പറഞ്ഞതെല്ലാം തിരുത്തി പറയാൻ ഞാൻ തയ്യാറാണ്. പക്ഷെ ഇന്ന് വരെ ആരും അതിന് തയ്യാറായിട്ടില്ല. അതാ ഇപ്പോഴും ഈ ചാനലിലൂടെ പറയണം, അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ വരിക, അത്രേ പറയാനുള്ളൂ എനിക്ക്. സോ രാത്രി ഒറ്റയ്ക്ക് ഒരു നിഗൂഢത നിറഞ്ഞ വഴിയിലൂടെ ഒന്നും പോകാൻ പേടിയില്ല? എനിക്കോ? ഭയം എന്ന് പറയുന്നത് എപ്പോഴും നമുക്ക് ജീവിച്ചിരിക്കുന്ന മനുഷ്യനെയാണ്. ജീവിച്ചിരിക്കുന്ന മനുഷ്യരെ നമ്മൾ ഭയപ്പെടണം. ഇപ്പോൾ മുൻപ് പല ആളുകൾ എൻ്റെ അടുത്ത് ഇങ്ങനെ പറയും, ഞാനിങ്ങനെ ആത്മാവിനെ കണ്ടു, അപ്പോൾ ഞാൻ ചോദിക്കും, കാല് നിലത്ത് മുട്ടിയിട്ടുണ്ടായിരുന്നോ? ഇല്ലില്ല, മുട്ടിയിട്ടുണ്ടായില്ല. എന്നാൽ പിന്നെ പേടിക്കണ്ടെന്ന് പറയും. കാല് മുട്ടിയിട്ടുണ്ടെങ്കിൽ പേടിക്കണം, മനുഷ്യനാണ്. പാതിരാത്രി കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ എന്താ ചെയ്യാന്ന് പറയാൻ പറ്റില്ല. കാല് മുട്ടിയില്ലെങ്കിൽ പേടിക്കണ്ട, ആത്മാവിൽ ഒന്നും ചെയ്യാൻ പോകുന്നില്ല. അപ്പോൾ മനുഷ്യനെ നമ്മൾ പേടിക്കണം. അതല്ലാതെ ഗോസ്റ്റ് റിലേറ്റ് ചെയ്തിട്ട് പ്രേതം, ഭൂതം, അങ്ങനെയുള്ള ചാത്തൻ മറുത, ഇങ്ങനെയൊക്കെ സംഭവങ്ങൾ വരും എന്നുള്ള യാതൊരു ഭയവും ഇല്ല. ഇപ്പം എൻ്റെ മക്കൾക്കാണെങ്കിൽ പോലും അങ്ങനെയുള്ള യാതൊരു ഭയവും ഇല്ല. അവരെയും അത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും ഭയപ്പെടുത്താതെ തന്നെയാണ് അവരെയും നമ്മൾ വളർത്തുന്നത്. അപ്പോൾ നമ്മൾ സ്കൂളുകളിൽ പോകുമ്പോഴും നമ്മൾ കുട്ടികളുടെ അടുത്തും അധ്യാപകരുടെ അടുത്തും രക്ഷകർത്താക്കളുടെ അടുത്തും പറയുന്നത് തന്നെയാണ്, ഭയപ്പെടുത്തലുകൾ വേണ്ട കുട്ടികൾക്ക്. ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ ഭയക്കണം, ജീവിച്ചിരിക്കുന്ന മനുഷ്യരെ നമ്മൾ ഭയക്കണം. അതല്ലാതെ ആത്മാക്കളെയോ ഭൂതത്തെയോ പ്രേതത്തെയോ ഒന്നും ഭയപ്പെടുത്തേണ്ട യാതൊരു കാര്യമില്ല. സോ ഇതൊക്കെ വെറുതെ മനുഷ്യന്മാരുണ്ടാക്കിയ ഒരു കോൺസെപ്റ്റ് ആണെന്നാണ് പറയുന്നത്. ഓക്കെ. സോ ഇതുപോലെ ഒരുപാട് കാര്യങ്ങൾ, പിന്നെ ഇപ്പം മെന്റലിസം കുറേ പേര് വേറെ രീതിയിൽ യൂസ് ചെയ്യുന്നു. പിന്നെ അതുകൂടാതെ ഗോസ്റ്റിൻ്റെ കാര്യങ്ങൾ ഇതൊക്കെ പറയുമ്പോൾ അമിതമായി ഇത് വിശ്വസിക്കുന്ന കുറേ ആളുകളുണ്ട്. അതുമാത്രമല്ല, ഇത് ഉപജീവന മാർഗമായിട്ട് കൊണ്ടു നടക്കുന്ന ഒരുപാട് പേരുമുണ്ട്. സോ അവരുടെയൊക്കെ ശത്രുത പറ്റി സോഷ്യൽ മീഡിയയിൽ വല്ലാതെ വിമർശനം പിടിച്ചു വാങ്ങുകയല്ലേ ചെയ്യുന്നത്? തീർച്ചയായിട്ടും അത് മിക്കവാറും ഒരുപാട് ശത്രുക്കളുണ്ട്. ഇപ്പോൾ നമ്മൾ ഇങ്ങനെയുള്ള വിഷയം കൈകാര്യം ചെയ്യുമ്പോൾ നമ്മളത് പ്രതീക്ഷിക്കണമല്ലോ. പിന്നെ നമ്മൾക്ക് പറയുന്ന കാര്യം നമ്മൾ സത്യമാണെങ്കിൽ പിന്നെ നമ്മൾ ഭയക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ. പക്ഷേ പലപ്പോഴും നമ്മൾ എയറിൽ കയറാറുണ്ട് പല കാര്യങ്ങൾക്കും. പക്ഷെ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾക്ക് നമ്മളുടെ കയ്യിൽ എവിഡൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഭയക്കേണ്ട കാര്യമില്ലല്ലോ നമുക്ക്. പിന്നെ ഇന്നത്തെ ഒരു കാര്യം എന്ന് വെച്ചാൽ, ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ 90s കാലഘട്ടത്തിൽ ആ ഒരു 90s കിഡ്സിനെ പറ്റിയുള്ള വീഡിയോ ചെയ്തപ്പോൾ തന്നെ അതിൽ തെറ്റായ ഒന്നും നമ്മൾ പറഞ്ഞിട്ടില്ല. ഞാൻ എൻ്റെ അനുഭവമാണ് പറഞ്ഞത്. എൻ്റെ അനുഭവം പറഞ്ഞിട്ട് പോലും അസഭ്യം പറയുന്ന ഒരുപാട് കമൻറ്റുകളാണ് അതിനടിയിൽ കാണുന്നത്. അപ്പം എന്ത് കാര്യത്തിനായാലും വിമർശനം എന്ന് പറയുന്നത് അത് അതിൻ്റെ വഴിക്ക് അങ്ങനെ നടന്നോളൂ. പിന്നെ ഇപ്പോൾ നമ്മളുടെ ഈ ഇൻ്റർവ്യൂ മിക്കവാറും എനിക്ക് തോന്നുന്നു ഇപ്പോൾ തന്നെ 1 മണിക്കൂറായി അല്ലേ? ഇതിലിപ്പോൾ നിങ്ങൾ പോസ്റ്റ് ചെയ്യുമ്പോൾ ചിലപ്പോൾ ഇതിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചിലപ്പോൾ ചെറിയൊരു റീലായിരിക്കും പോസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അത് മാത്രം കണ്ടിട്ട് വിലയിരുത്തിയിട്ട് വേണമെങ്കിൽ ഒരുപാട് അസഭ്യം പറയുന്ന ആളുകളുണ്ടാവും. പറഞ്ഞിട്ട് കാര്യമില്ല, ഇന്നത്തെ കാലഘട്ടം അങ്ങനെ ആയിപ്പോയി, നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇത് ഫുൾ ലെങ്ത് ആളുകൾ കാണുമെങ്കിൽ റീൽസ് ആയിട്ട് കട്ട് ചെയ്യേണ്ടതായിട്ട് വരും. ആ റീൽസ് കട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ താഴെ വരുന്ന കമൻറ്റുകൾ ചിലപ്പോൾ ഫുൾ നെഗറ്റീവ് ആയിരിക്കും ചിലപ്പോൾ വരുന്നത്. അപ്പോൾ ഇന്നത്തെ തലമുറ ഇങ്ങനെയാണല്ലോ. പിന്നെ ഞാൻ പറഞ്ഞു, ഇന്നത്തെ സോഷ്യൽ മീഡിയ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇനി വരാൻ പോകുന്ന, കാരണം യുഗം ഇങ്ങനെയാണല്ലോ, ഫുൾ എന്താ പറയുക, യാഥാർത്ഥ്യം എന്ന് പറയുന്ന സംഭവങ്ങൾക്ക് ഇമ്പോർട്ടൻസ് ഉണ്ടാവില്ല, എല്ലാം ഫേക്ക് ആയിരിക്കും. ഇപ്പോൾ AI വെച്ച് ക്രിയേറ്റ് ചെയ്തിട്ടാണെങ്കിലും അല്ലെങ്കിൽ ക്രോമ ക്രിയേറ്റ് ചെയ്തിട്ടാണെങ്കിലും എല്ലാം തെറ്റിദ്ധരിപ്പിക്കുന്ന, അല്ലെങ്കിൽ വ്യൂസ് അതിനാണ്. ശരിയല്ല, ഇപ്പോൾ തമാശയ്ക്കാണെങ്കിൽ പോലും നിങ്ങളെ കബളിപ്പിക്കുന്ന ഒരു കാര്യത്തിനാണ് കൂടുതലും വ്യൂസ് കിട്ടുന്നത്. അപ്പം അങ്ങനെ ആയിപ്പോയി. അതിനെ കുറ്റമായിട്ട് പറയുന്നല്ല, കാരണം ഇപ്പോൾ ഇനി അങ്ങനെയാണ്, ആളുകൾക്ക് എൻജോയ് ചെയ്യുന്നത് അങ്ങനെയാണ്. നെഗറ്റീവുകൾ, പണ്ട് നമ്മൾ വലിയ നെഗറ്റീവായിട്ട് കണ്ടിരുന്ന കാര്യങ്ങളൊക്കെ ഇന്ന് വലിയ എന്താ പറയുക മഹത്വവൽക്കരിച്ചിട്ടാണ് പല കാര്യങ്ങളും ഇന്ന് സോഷ്യൽ മീഡിയയിലൂടെ പല ആളുകൾ സംസാരിക്കുന്നത്. പണ്ട് കാലത്ത് നമുക്കിതൊക്കെ പറയാൻ തന്നെ വലിയ ബുദ്ധിമുട്ടുണ്ടായിരുന്ന കാര്യങ്ങൾ ഇന്ന് അതിനെയൊക്കെ പോസിറ്റീവാക്കി എടുക്കുകയാണ് എല്ലാ കാര്യങ്ങളും. അപ്പോൾ ആ കാലഘട്ടം മാറുന്നതനുസരിച്ച് എനിക്ക് തോന്നുന്നത് നമ്മുടെ കോവിഡിനോട് കൂടിയാണെന്ന് തോന്നുന്നു. കാരണം എന്താ വെച്ചാൽ കോവിഡിൻ്റെ സമയത്ത് ഈ പരിശോധനാ ഫലങ്ങൾ നെഗറ്റീവ് ആകുമ്പോഴായിരുന്നു എല്ലാവർക്കും സന്തോഷം. പോസിറ്റീവാണെന്ന് പറഞ്ഞാൽ പേടിയായിരുന്നു.
അതിനുശേഷം ഇങ്ങോട്ട് എല്ലാവർക്കും നെഗറ്റീവിനോട് താല്പര്യം. ശരിയല്ലേ? നെഗറ്റീവ് ആയി എന്ന് പറഞ്ഞാൽ ഓക്കെ, നെഗറ്റീവ് ആണ് പിന്നെ ആളുകൾക്ക് താല്പര്യം. ഇപ്പോൾ അപ്പൊ ആ രീതിയിലേക്കായി മാറി. നെഗറ്റിവിറ്റി അമിതമാകുമ്പോൾ ആണ് ഇപ്പൊ എന്താ പറയാ പോസിറ്റീവ് ആവുന്നത് എന്നുള്ള രീതിയിലാണ് ഇപ്പൊ കാര്യങ്ങൾ പോകുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയും നേരം സംസാരിച്ചപ്പോൾ എനിക്ക് വന്ന ചില ഡൗട്ടുകളാണ്, എന്റെ പേഴ്സണൽ ഡൗട്ടുകളാണ്. ഈ ബ്ലാക്ക് മാജിക് എന്ന് പറയുന്ന സംഭവം ഉണ്ടോ? കൂടോത്രം ഉണ്ട്. എങ്ങനെയാണ്? അത് നമ്മുടെ മനസ്സ് തന്നെയാണ്. ഇപ്പൊ നിങ്ങൾക്ക് ഒരാൾ ബ്ലാക്ക് മാജിക് ചെയ്തിട്ടുണ്ടെന്ന് ഒരാൾ പറയണം നിങ്ങളുടെ അടുത്ത്, അല്ലെങ്കിൽ നിങ്ങളുടെ വീടിന്റെ അടുത്തുനിന്ന് എന്തെങ്കിലും ഒന്ന് സംഭവം കിട്ടി, മിക്കവാറും ഈ സാധനം നമുക്ക് കിട്ടും. ഇപ്പൊ എനിക്ക് എന്നെ പേടിപ്പിക്കാൻ അല്ലെങ്കിൽ പ്രാങ്ക് ചെയ്യാനായിട്ട് ഇടയ്ക്ക് എൻ്റെ ഓഫീസിന്റെ താഴെ ഇങ്ങനെ കോഴിമുട്ടയിൽ എന്തൊക്കെയോ എഴുതി അവിടെ കൊണ്ട് നോക്കുമായിരുന്നു. അത് മുമ്പ് സ്ഥിരം പരിപാടിയായിരുന്നത്. അത് വെറുതെ പേടിപ്പിക്കാനോ അല്ലെങ്കിൽ ഇത് കാണണം, നമ്മൾ കാണുന്ന രീതിയിലായിരിക്കും മിക്ക ആളുകളും വെക്കുന്നത്. ഇത് കണ്ടു കഴിഞ്ഞാൽ ഓക്കെ, ആരോ നമ്മൾ പെട്ടെന്ന് കണക്ട് ചെയ്യും നമ്മുടെ ബ്രെയിൻ. ഞാനായിട്ട് ശത്രുതയുള്ളത് എൻ്റെ റിലേറ്റീവ് ഇന്ന ആളാണ് ചെയ്തത്, അല്ലെങ്കിൽ എൻ്റെ ഫ്രണ്ട് ഇന്ന ആളാണ് ചെയ്തത്, കണക്ട് ചെയ്തു. അപ്പോൾ തന്നെ നമ്മൾ എല്ലാം ഓക്കെ ആക്കി, ഇന്ന ആൾ തന്നെയാണ് എനിക്ക് പണി തന്നിരിക്കുന്നത്. അതിനുള്ള ഉത്തരവൊക്കെ നമ്മൾ ബ്രെയിൻ തന്നു. അതിനുശേഷം ഞാൻ പുറത്തോട്ട് ഇറങ്ങി, ജസ്റ്റ് ഒന്ന് കാലൊന്ന് ഒന്ന് മടങ്ങി. അപ്പോൾ തന്നെ കൂടോത്രം കണ്ടാ, കാല് മടങ്ങി. വണ്ടി എടുത്ത് പോയി, വണ്ടി ഒന്ന് പഞ്ചറായി. അത് മുള്ളു കൊണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും കൊണ്ടോ പഞ്ചറായി, അത് ചിന്തിച്ചാൽ മതി. അല്ല, കൂടോത്രം പഞ്ചറായി. അന്ന് മുതൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന എല്ലാ കാര്യങ്ങളും കൂടോത്രം കൊണ്ട് ആയി എന്നുള്ളത്. പിന്നെ നമ്മുടെ ബിസിനസ്സിൽ നഷ്ടം വന്നാലും ഞാൻ എന്ത് ചെയ്യാനാ, കൂടോത്രം ചെയ്തേക്കല്ലേ, പോയി, എല്ലാം പോയി. ജോലിയിൽ എന്തെങ്കിലും പ്രശ്നം വന്നാൽ ഞാൻ എന്ത് ചെയ്യാനാ, കൂടോത്രം ചെയ്തോണ്ട്. പിന്നെ എല്ലാം നമ്മൾ ഈ കൂടോത്രത്തിൽ ആരോപിക്കും. അവസാനം നമ്മൾ തന്നെ കുഴിയിലാവുന്ന ഒരു അവസ്ഥയിലായി മാറുന്നു. എല്ലാം നമ്മുടെ മൈൻഡ് തന്നെയാണ്. ഞാനിപ്പോൾ ഇതിനൊരു അവയർനെസ് എന്നുള്ളതിൽ എനിക്ക് ഇടയ്ക്ക് ഇതേ രീതിയിൽ പ്രാങ്ക് ആണെന്ന് തോന്നുന്നു. സത്യം കൂടോത്രം ചെയ്താണോ അല്ലെങ്കിൽ എന്നെ പ്രാങ്ക് കളിപ്പിക്കാൻ എൻ്റെ ഫ്രണ്ട്സ് ചെയ്താണോ അറിയില്ല. അവർ കോഴിമുട്ട കൊണ്ടുവന്ന് എൻ്റെ വണ്ടിയുടെ അടിയിലേക്ക് വെക്കുക, അങ്ങനെയൊക്കെയുള്ള പരിപാടി ഉണ്ട്. അപ്പം ഇന്നാള് ഒരെണ്ണം കണ്ടു കഴിഞ്ഞപ്പോൾ അപ്പം ഇപ്പം ഈ അടുത്ത് വീണ്ടും എനിക്കത് കിട്ടി. അപ്പം ഞാൻ പെട്ടെന്ന് ചിന്തിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ എന്തായിരിക്കും ചെയ്യും? ഇവൻ ഈ കൂടോത്രത്തിനെതിരെയൊക്കെ സംസാരിക്കുന്നവരാണ്. അപ്പോൾ ഇവൻ പേടിക്കുമോ എന്നറിയാൻ വേണ്ടി ചിലപ്പോൾ ഇതിൽ വിശ്വാസമുള്ള കുറേ ഫ്രണ്ട്സ് എൻ്റെ സർക്കിളിലുണ്ട് കേട്ടോ, അവർ ചെയ്തായിരിക്കാം. എന്നാൽ പിന്നെ ഓക്കെ, ഒന്നൊരു കണ്ടന്റ് ആക്കാം എന്ന് കരുതിയിട്ട് തന്നെ നമ്മൾ വീഡിയോ എടുത്തു. അതെടുത്തു, അതിനകത്ത് എന്തൊക്കെയോ എഴുതിയിട്ടുണ്ടായിരുന്നു. അത് കഴുകി എടുത്ത് നോക്കി കഴിഞ്ഞപ്പോൾ അത് ഒരു ഫ്രഷ്, അധികം പഴക്കമില്ലാത്തൊരു കോഴിമുട്ടയാണെന്ന് മനസ്സിലായി. ഞാൻ ലൈവിൽ തന്നെ വീഡിയോ എടുക്കുമ്പോൾ തന്നെ ഞാനത് കോഴിമുട്ട പുഴുങ്ങി അത് കഴിച്ചു. പുഴുങ്ങിയിട്ട് നമ്മൾ നോക്കി, ഓപ്പൺ ചെയ്ത് നോക്കി, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ഇനിയിപ്പോൾ ഇഞ്ചെക്ട് ചെയ്ത് എന്തെങ്കിലുമൊക്കെ ആയാൽ അതും ഒരു റോങ് മെസ്സേജ് ആവും. അപ്പൊ അങ്ങനെ ചെയ്യണമെന്നല്ല, ഞാനിങ്ങനെ ചെയ്യുന്ന ഒരാളായതുകൊണ്ട് തന്നെ ഇത്രേ ഉള്ളൂ, ഇതിലൊരു പേടിയില്ല എന്നുള്ള രീതിയിൽ ചെയ്തു. പക്ഷെ അന്ന് പോകുന്ന വഴിക്ക് ഇതേ രീതിയിൽ എന്തെങ്കിലും സംഭവിച്ചാൽ മറ്റോ ആരെങ്കിലും ആണെങ്കിൽ എന്തു പറയും? അല്ലെങ്കിൽ ഇത് വിശ്വാസമുള്ള ആളുകളും അന്ന് മുതൽ ഇവൻ എന്തെങ്കിലും സംഭവിക്കുമോ നോക്കിയിരിക്കും. സംഭവിച്ചപ്പോഴേ കണ്ട അന്ന് നീ അത് കഴിച്ചുകൊണ്ടാണെന്ന് പറയും ഇതിൽ വിശ്വാസമുള്ള ആളുകൾ. നമുക്ക് അങ്ങനത്തെ വിശ്വാസമോ കാര്യങ്ങളൊന്നുമില്ല. അപ്പൊ ഞാനത് പറഞ്ഞാണ്. അപ്പൊ അങ്ങനെ നമ്മൾ ഭയക്കേണ്ട കാര്യമൊന്നുമില്ല. എല്ലാം നമ്മൾ തന്നെയാണ്. നന്മയും തിന്മയും നമ്മുടെ ചിന്തകളും നെഗറ്റീവും പോസിറ്റീവും ഒക്കെ നമ്മുടെ ബ്രെയിൻ തന്നെയാണ്, അല്ലെങ്കിൽ നമ്മുടെ ചിന്താഗതി തന്നെയാണ് എല്ലാത്തിനും പ്രശ്നം. അതൊന്നും മനസ്സിലാക്കിയാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. മറ്റുള്ള ആളുകൾ പലതും പറഞ്ഞ് പേടിപ്പിച്ച് അവർക്കൊക്കെ അത് ഒരു കാലത്ത് മുതലെടുക്കേണ്ട ആവശ്യമുണ്ട്. കുറെ ആളുകളെ ഇതേ രീതിയിൽ അടിമകളാക്കി നിർത്തേണ്ട ആവശ്യം ഉണ്ടായതുകൊണ്ട് പലതും പറഞ്ഞ് പേടിപ്പിച്ചു. അപ്പോഴാണല്ലോ നമ്മൾ അവരുടെ അടുത്ത് പോയിട്ട് അഭയം തേടുള്ളൂ. എന്താണ് അതിന് പരിഹാരം എന്ന് ചോദിച്ച് നിൽക്കുള്ളൂ. അതിനുവേണ്ടി ഇവർ ഉണ്ടാക്കുന്ന പണ്ടത്തെ കഥകളാണെന്ന് മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഓക്കെ, ഇനി എനിക്ക് ചോദിക്കാനുള്ള കേസ്, ഇപ്പം സൈക്കോളജി ലെവലിൽ നമ്മൾ ചെയ്യുകയാണെങ്കിൽ ഒരുപാട് ആളുകൾ നേരിടുന്ന ഒരു കാര്യമാണ് ബോഡി ഷേമിംഗ് എന്നുള്ളത്. മെലിഞ്ഞു കഴിഞ്ഞാലും ബോഡി ഷേമിംഗ്, തടിച്ചു കഴിഞ്ഞാലും ബോഡി ഷേമിംഗ്, മുടി ഇല്ലെങ്കിൽ ബോഡി ഷേമിംഗ്, മുടി കൂടിപ്പോയ ബോഡി ഷേമിംഗ്, അങ്ങനെയൊക്കെ നേരിടുന്നുണ്ട്. സോ ആ ഒരു ഇതിൽ ഒരു സോ അതിനെ പറ്റി എന്താണ് പറയാനുള്ളത്? അല്ല, അപകർഷതാബോധം ഉണ്ടാവുക എന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും നമ്മൾ മറ്റൊരാളാവാനായിട്ട് ശ്രമിക്കുമ്പോഴാണ് നമുക്ക് അപകർഷതാബോധം ഉണ്ടാവുന്നത്. അതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇപ്പം എനിക്ക് മറ്റൊരാളാവാൻ പറ്റുന്നില്ലല്ലോ, അവൻ അങ്ങനെ ആയല്ലോ, അവനെപ്പോലെ എനിക്ക് ആവാൻ പറ്റുന്നില്ല. ഈ പറഞ്ഞില്ല, അവന് മുടിയുണ്ടല്ലോ എനിക്കില്ല, അവന് ഭംഗിയുണ്ടല്ലോ എനിക്കില്ല, അല്ലെങ്കിൽ അവൻ അങ്ങനെ ചെയ്യാൻ പറ്റുന്ന എനിക്കില്ല എന്നുള്ള ചിന്തയിൽ നിന്നാണ്. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, നമ്മൾ മറ്റൊരാളെ കോപ്പി ചെയ്യാൻ ശ്രമിക്കാതിരിക്കുക എന്നുള്ളതാണ്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. സത്യത്തിൽ നമ്മൾ മറ്റൊരാളാവാൻ ശ്രമിക്കുമ്പോൾ, ഇപ്പോൾ ബിസിനസ്സിലാണെങ്കിൽ പോലും വേറൊരാൾ ഒരു ബിസിനസ് ചെയ്ത് വിജയിച്ചു കഴിഞ്ഞാൽ ആ ബിസിനസ് ചെയ്താൽ വിജയിക്കുമായിരിക്കും എന്ന് ചിന്തിച്ചിറങ്ങുന്ന ആളുകളുണ്ട്. എന്നിട്ട് ഇതിൽ പരാജയപ്പെടും. കാരണം ഈ ബിസിനസിനെ പറ്റി യാതൊരു ധാരണയില്ല അവർക്ക്. കാരണം മറ്റേ ആൾ വിജയിച്ചിട്ടുണ്ട് എന്നുള്ളതും അറിയാം, ഇന്ന് ഈ ബിസിനസ്സിൽ എക്സ്പീരിയൻസ് ഇല്ല, അപ്പോൾ പരാജയപ്പെടും. സത്യത്തിൽ ആരെയും കോപ്പി ചെയ്യരുത്. ഇപ്പം ഈ പറഞ്ഞ രീതിയിൽ സൗന്ദര്യത്തിന്റെ കാര്യത്തിലാണെങ്കിലും എന്ത് കാര്യത്തിലാണെങ്കിലും ഇവിടെ ഭൂമിയിൽ ജനിച്ചിട്ടുള്ള എല്ലാവരും സ്പെഷ്യലാണ്. എല്ലാവർക്കും അവരവരുടേതായിട്ടുള്ള കഴിവുകളുണ്ട്. അത് നമ്മൾ തിരിച്ചറിയുക എന്നുള്ളതാണ്. ഞാൻ പഠിക്കുന്ന സമയത്തൊക്കെ പാട്ടുകാരനാവണം എന്ന് ആഗ്രഹിച്ച ഒരാളാണ്. അന്ന് അത്യാവശ്യം നല്ല രീതിയിൽ പാടും. അന്നൊക്കെ പാടുമായിരുന്നു. അതാണ് അന്ന് എന്ന് പറഞ്ഞിട്ടാ. അന്ന് പാടുമായിരുന്നു. കാരണം അന്ന് LKG ക്ലാസ് മുതൽ +2 വരെ ഈ പാട്ടിനൊക്കെ ചേർന്ന് കഴിഞ്ഞാൽ ഫസ്റ്റ് അല്ലെങ്കിൽ അങ്ങനെ പ്രൈസുകൾ നമ്മൾ നേടുമായിരുന്നു.
അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവരും ഇങ്ങനെ സപ്പോർട്ട് ചെയ്യും. ആവശ്യമില്ലാത്ത സപ്പോർട്ട്, കഴിവില്ലാത്തവന് സപ്പോർട്ട് ചെയ്യാന്ന് വെച്ചാൽ അന്ന് അങ്ങനെയുള്ള ഒരു സർക്കിളിലുള്ള പാട്ടുള്ളൂ. പക്ഷേ പിന്നീട് നമ്മൾ ഗാനമേളയിലേക്ക് പാടാൻ വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് എന്നെ കൊണ്ട് പറ്റിയ പണിയല്ല എന്നുള്ളത് എനിക്ക് മനസ്സിലായി. കാരണം നമുക്ക് പറ്റില്ല അത്. പിന്നെയാണ് നമ്മുടെ ഫീൽഡൊക്കെ മാറി നമുക്ക് എന്താണ് ചെയ്യാൻ പറ്റുന്നതെന്ന് നമ്മൾ തിരിച്ചറിയുകയും എനിക്ക് ഏറ്റവും എളുപ്പം പറ്റുന്നത് ഈ പറഞ്ഞ മാജിക് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഇത് പെട്ടെന്ന് തന്നെ ഇപ്പോൾ ഒരാളൊരു അത്ഭുതം കാണിച്ചാൽ, ഒരു മാജിക് കാണിച്ചാൽ, മെന്റലിസം കാണിച്ചാൽ ഒന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ എങ്ങനെയാണത് ചെയ്തത് എന്ന് എനിക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. അങ്ങനെയാണ് പിന്നെ ഞാൻ എൻ്റെ കാര്യങ്ങൾ ഡെവലപ്പ് ചെയ്ത് ഇതേ രീതിയിലായി മാറിയത്. അതിന് കുറേ സമയം എടുത്തു. ഒരു 20-25 വർഷത്തെ കഷ്ടപ്പാട് ഞാൻ പറയില്ല. പഠിക്കുന്ന കാലം മുതലേ നമ്മൾ ഇതിൽ ഇറങ്ങിയതാണ്. അത്രയും നാളത്തെ ഒരു ഹാർഡ് വർക്ക് ഇതിൻ്റെ പിന്നിലുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഓരോരുത്തരും അവരവരുടെ കഴിവുകൾ എന്താണ് എന്ന് തിരിച്ചറിഞ്ഞ് അതിനെ ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ്. മറ്റൊരാളെ കോപ്പി പേസ്റ്റ് ചെയ്യാൻ പോയി കഴിഞ്ഞാലാണ് ഈ പറഞ്ഞ അപകർഷതാബോധം വരികയും നമ്മൾ ഒന്നുമല്ല എന്നുള്ളൊരു ചിന്ത വരികയും ഇങ്ങനെ ഇരുന്നു പോവുകയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും സ്പെഷ്യലാണ്. അവരവരുടെ കഴിവുകൾ അവർ കണ്ടെത്തുക, അത്രേ ഉള്ളൂ. ഓക്കെ. സോ ഇത്രയും നേരം ഞങ്ങളുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്തതിന് ഒത്തിരി താങ്ക്സ്. ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കണമെന്നുണ്ട്, പക്ഷെ നമുക്ക് ടൈം ഭയങ്കര ലിമിറ്റഡ് ആണ്. പിന്നെ ഞാനൊരു വീഡിയോ റീൽസ് കണ്ടിട്ടുണ്ടായിരുന്നു, നമ്മുടെ ബിപിൻ ജോർജ് ഒക്കെ ആയിട്ട് സ്റ്റേജ് ഷോ കാര്യങ്ങൾ, അങ്ങനെ സ്റ്റേജ് ഷോ ഒക്കെ ചെയ്യാറുണ്ടോ? സ്റ്റേജ് ഷോ ആണ് നമ്മളിപ്പോൾ മെയിനായിട്ട് ഇപ്പോൾ തിയേറ്റർ ഷോ ആണ് നമ്മൾ ചെയ്യുന്നത്. ആക്ച്വലി കേരളത്തിൽ വളരെ കുറച്ച് മാത്രം ഷോസ് ആണ് നമ്മൾ, കൂടുതലും വിദേശങ്ങളിലാണ് പ്രോഗ്രാംസ് ചെയ്യുന്നത്. കാരണം എനിക്ക് തോന്നുന്നു മെന്റലിസത്തിന് ഒരു ഓഡിയൻസ് കൂടുതൽ അവിടെയാണെന്ന് തോന്നുന്നു. പക്ഷെ ഇവിടെ ഇപ്പോൾ വരുന്നുണ്ട്. പിന്നെ കൂടുതൽ ഇവിടെ ഗസ്റ്റ് ആയിട്ട് വിളിച്ചിട്ടുള്ള പെർഫോമൻസ് ആണ് ഇവിടെ. എന്നാലും ചെയ്തിട്ടുണ്ട്, ഇല്ല എന്നല്ല. എന്നാലും വിരലുണ്ടാവുന്ന കുറച്ച് ഷോസ് മാത്രമാണ് നമ്മൾ കേരളത്തിൽ ചെയ്തിട്ടുള്ളൂ. ട്രിക്സ്മാനിയ എന്നായിരുന്നു എൻ്റെ ഷോയുടെ ടൈറ്റിൽ. 2016 ഞാൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ സ്പെക്ടാക്കിൾ എന്നായിരുന്നു ആദ്യത്തെ ടൈറ്റിൽ. വലിയ വിജയമൊന്നും ആയിരുന്നില്ല, കാരണം അന്ന് മെന്റലിസ്റ്റ് ആർക്കും അറിയില്ലായിരുന്നല്ലോ. പിന്നെ 2018 ആയപ്പോൾ ഞാനത് ബ്ലാക്ക് ബോക്സ് എന്നുള്ള പേരിലേക്ക് മാറ്റി. അപ്പോഴും വലിയ രീതിയിലൊന്നും അത്ര വലിയ സക്സസ് ഒന്നും ആയിരുന്നില്ല ആ ഷോയും. പിന്നെ 2019 ട്രിക്സ് എന്ന് പറയുന്ന എൻ്റെ ചാനൽ തുടങ്ങിയതിന് ശേഷമാണ് ആളുകൾ എന്നെ അറിയുകയും പിന്നെ ഞാൻ ട്രിക്സ്മാനിയ എന്നുള്ള ടൈറ്റിലേക്ക് മാറ്റം വരുത്തുകയും ചെയ്തതിന് ശേഷം ട്രിക്സ്മാനിയ എന്നുള്ള ഷോയാണ് ആളുകൾ ഏറ്റെടുത്തത്. അത് ഒരുപാട് വേദികളിൽ നമ്മൾ വിദേശങ്ങളിലൊക്കെ നമ്മൾ ഒരുപാട് പ്രോഗ്രാമുകൾ നമ്മൾ അവതരിപ്പിച്ചു. ഇപ്പോൾ അതിനൊരു 2ാം ഭാഗം ട്രിക്സ്മാനിയ 2.0 എന്നുള്ള പേരിൽ 2ാം ഭാഗം വന്നു. അതും വളരെ നല്ല രീതിയിൽ പോകുന്നു. ഇപ്പോൾ ലാസ്റ്റ് ഇപ്പോൾ അബുദാബിയിലായിരുന്നു ഷോ. അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ വന്നത്. ഇനി വീണ്ടും ഓണത്തിന് വീണ്ടും UAE തന്നെയാണ് ഇപ്പോൾ ഷോ കൂടുതലുള്ളത്, അവിടെ തന്നെയാണ്. അപ്പോൾ എന്തായാലും ഇനി നാട്ടിൽ പ്രോഗ്രാം ഉണ്ടാകുമ്പോൾ ഞാൻ സോഷ്യൽ മീഡിയ വഴി നമ്മൾ എല്ലാവരിലേക്കും അറിയിക്കാറുണ്ട്. അപ്പോൾ എന്തായാലും വരിക, ഒരു പ്രോഗ്രാം കാണുക, നേരിട്ട് എക്സ്പീരിയൻസ് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ഒരു ചെറിയൊരു എക്സ്പീരിയൻസ് ആയാലും ഒരു ചെറിയ എക്സ്പീരിയൻസ് എനിക്ക് ഇത്രയും സംസാരിച്ചതായി ഇപ്പം ഒരു എക്സ്പീരിയൻസ് ചെയ്യണമെന്ന് തോന്നി. അപ്പൊ എന്തെങ്കിലും ഒരു ട്രിക്കാണ്. ഇത് തന്നെയാണ്, ഇത് ഞാൻ പല ഇന്റർവ്യൂവിലും പറയാറുള്ളതാണ്. തുടങ്ങുമ്പോൾ ഭയങ്കര ബിൽഡപ്പ്, മെന്റലിസ്റ്റ്, മിറാക്കിൾ ബസ്റ്റർ എന്നൊക്കെ പറഞ്ഞ് പറയും. അവസാനം ഇന്റർവ്യൂ തീരുമ്പോൾ പറയും ഇനി ഒരു ട്രിക്ക് കാണിക്കും എന്ന് പറയാം. അത് പിന്നെ ട്രിക്കുകളാണ്, അല്ലാതെ ഇതൊരു സിദ്ധിയല്ലെന്ന് ഫാസിൽ തന്നെയാണ്. അതെ അതെ അതെ, കുഴപ്പമില്ല, ഞാനത് പറഞ്ഞതേ ഉള്ളൂ. ഓക്കെ, നമുക്ക് നോക്കാം, എന്തായാലും ചെയ്യാം. അപ്പൊ കൂടുതലും നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത് ഗോസ്റ്റ് റിലേറ്റ് ചെയ്തിട്ടുള്ള വിഷയങ്ങളും ആത്മാക്കളും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടാണ്. അപ്പോൾ സ്ഥിരം മെന്റലിസം വേദികളിൽ ചെയ്യാറുള്ള ഒരു സിമ്പിൾ ഒരു എഫക്റ്റ് നമുക്ക് ചെയ്യാം. അതോടെ ഒരു പേനയും പേപ്പറും ഇവിടെ ഉണ്ട്. ഇന്ന് ജീവിച്ചിരിപ്പില്ലാത്ത പ്രിയപ്പെട്ട ഒരാളുടെ പേര് മനസ്സിൽ വിചാരിക്കാം. വിചാരിച്ചോ? പെട്ടെന്ന് തന്നെ വിചാരിച്ചോ? ഓക്കെ, ആ പേരിങ്ങനെ റിപ്പീറ്റ് ഇങ്ങനെ മനസ്സിലിങ്ങനെ പറയാമോ? ഇങ്ങനെ ജസ്റ്റ് ഒരു ചെറിയൊരു വൈറ്റ് പേപ്പർ ഞാൻ തന്നു കഴിഞ്ഞാൽ അതിൽ ഒരു ബ്ലാക്ക് മാർക്കർ പെൻ വെച്ച് എഴുതുന്നതായിട്ട് ഇങ്ങനെ ഒന്ന് സങ്കല്പിക്കാമോ? സങ്കല്പിച്ചോ? അപ്പൊ മനസ്സിലുണ്ടല്ലോ പേര്. ഓക്കെ, ഞാനത് എഴുതാൻ ശ്രമിക്കാം. ഈ മെന്റലിസം പെർഫോമൻസ് നമുക്ക് 100% ഉറപ്പൊന്നും പറയാൻ സാധിക്കില്ല കേട്ടോ. ചാൻസ് ആണ്, തെറ്റാനുള്ള സാധ്യതയും കൂടുതലാണ്. ഞാൻ എഴുതി കഴിഞ്ഞു. ഞാൻ പറഞ്ഞു, ഞാൻ ജാമ്യം എടുക്കണം ആദ്യം തന്നെ, കാരണം തെറ്റാനുള്ള സാധ്യത കൂടുതലാണ്. ഏത് പേരാ മനസ്സിൽ വിചാരിച്ചത് പറയാമോ? മറിയം. മറിയം എന്നാണോ വിചാരിച്ചത്? അങ്ങനെ തന്നെയായിരുന്നോ? ഞാൻ പറഞ്ഞില്ലേ, ചിലപ്പോൾ തെറ്റാനുള്ള സാധ്യത കൂടുതലാണ്. ചിലപ്പോഴേ ശരിയാവുള്ളൂ. ആരാണ് ആക്ച്വലി മറിയം? ആരാണ്? ഗ്രാൻഡ് മദർ ആണ്. ഓക്കെ. സോ ഇത്രയും നേരം ഞങ്ങളുടെ ടൈം സ്പെൻഡ് ചെയ്തതിന് ഒത്തിരി നന്ദി. ബിഹൈൻഡ് ദ സീൻ ഉണ്ട്, പക്ഷെ അതെടുത്തില്ല. എന്നെ ഹിപ്നോട്ടിസം ചെയ്തു. അത് എനിക്ക് വളരെ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. പിന്നെ നമുക്ക് ടൈം ലിമിറ്റഡ് ആയതുകൊണ്ടും വലിയ എക്സ്പീരിയൻസ് ഒന്നും ചെയ്യാൻ ടൈം ഇല്ലാത്തതുകൊണ്ട്, പക്ഷെ എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട് എക്സ്പീരിയൻസ് ചെയ്യണം എന്നുള്ളത്. ഇപ്പം നമ്മുടെ ഈ നാട്ടിലൊന്നും വലുതായിട്ട് ഇങ്ങനെ ഷോസ് ഇല്ല. അപ്പം തീർച്ചയായിട്ടും ഒരു ഷോ നടത്തണം, ഞങ്ങളെ തീർച്ചയായിട്ടും ക്ഷണിക്കണം. മാത്രമല്ല എക്സ്പീരിയൻസ് ചെയ്യുകയും ചെയ്യണം. അപ്പം ഇത്രയും നേരം സ്പെൻഡ് ചെയ്തതിന് ഒത്തിരി താങ്ക്സ്.
ഓക്കെ, അപ്പോൾ എന്തായാലും ഇവിടെ വരാനും ഇതേ രീതിയിൽ കുറച്ച് സമയമാണെങ്കിലും നമ്മൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ പബ്ലിക്കിലേക്ക് പറഞ്ഞു കൊടുക്കുക എന്നുള്ള എൻ്റെ ഒരു ദൗത്യമായി കണക്കാക്കുന്ന ഒരാളാണ്. അപ്പോൾ വീണ്ടും ഈ ഒരു പ്ലാറ്റ്ഫോമിലൂടെയും ഇതേ രീതിയിൽ കുറച്ച് കാര്യങ്ങൾ ആളുകളിലേക്ക് എത്തിക്കാൻ സാധിച്ചതിൽ നിങ്ങളോടുള്ള നന്ദിയും അറിയിക്കുന്നു. അപ്പോൾ എന്തായാലും വീണ്ടും കാണാം. ഓക്കെ.